ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീബിനാലേക്ക് എല്ലാവർക്കും സ്വാഗതം. തീർച്ചയായിട്ടും വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് അമ്മമാരെ കുറിച്ച്, പ്രത്യേകിച്ച് കുഞ്ഞു മക്കളുള്ള അമ്മമാരെ കുറിച്ചുള്ള ഒരു ചിന്തയിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു ഭാഗമാണ്. അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന മാനസിക വ്യതിയാനങ്ങൾ പലതരത്തിലുള്ള പേരുകളാൽ അത് അറിയപ്പെടുന്നുണ്ട്. ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്നലെ സെപ്റ്റംബർ 10-ാം തീയതി സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒത്തിരിയും ഡെവലപ്പ് ചെയ്ത് വരാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും ഇതൊരു ട്രീറ്റ്മെൻറ്റിലൂടെ അല്ലെങ്കിൽ ഒരു ഒരു പരിഹാരം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ സാഹചര്യങ്ങളൊക്കെ, ഈ മാനസിക വ്യാപാരങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതുമാണ്. അപ്പോൾ ഇന്ന് അമ്മമാരിലുണ്ടാകുന്ന ഈ മാനസിക വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് ചലഞ്ചസ് ഓർ ചേഞ്ചസ് ഇൻ മദേഴ്സ്, ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് ഉലയനൻ സാറാണ് നമ്മളോട് സംസാരിക്കുന്നത്. എല്ലാവർക്കും ഇതിനകത്ത് ഷെയർ ചെയ്യാൻ ഒത്തിരിയും കണ്ടന്റുകളുണ്ട്. സോ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഉലയനൻ സാറിനെയും. ഉലയനൻ സാർ, യു ആർ വെൽക്കം. സാബു സാർ, വളരെ സന്തോഷം. രാവിലെ ഒരു രാഷ്ട്രീയ യാത്രയ്ക്കിടയിലാണ് സാർ എന്നെ വിളിക്കുന്നത്. ഇങ്ങനെ ചോദിച്ചു, ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്യാം. അപ്പോൾ ഓടി വന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്നത്തെ പത്രം രാവിലെ ഞാൻ ഓടിച്ചൊന്ന് വായിച്ചിരുന്നു. അതിൽ ഞെട്ടിക്കുന്നൊരു വാർത്തയായിരുന്നു ഉണ്ടായിരുന്നത്. ചിലപ്പോൾ നിങ്ങൾ എല്ലാവരും ആ വാർത്ത വായിച്ചിരിക്കും. പക്ഷെ 6 വർഷം മുമ്പ് നോർത്ത് ഇന്ത്യയിൽ നടന്ന ഒരു കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇടയ്ക്ക് ഇന്നത്തെ പത്രത്തിലെ കാര്യവും പറയാം. ഒരു മോളുടെ പ്രസവത്തിന് ശേഷം മോളുടെ അമ്മയല്ല, കുട്ടിയുടെ മുത്തശ്ശി വളരെ ഹാപ്പി ആയിരുന്നു. പക്ഷേ ഈ കുട്ടിയുടെ അമ്മ പതുക്കെ 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 ശാന്തമാകുന്നു, നിശബ്ദമാകുന്നു, കുട്ടിയെ ശ്രദ്ധിക്കുന്നില്ല, കുട്ടിക്ക് പാല് കൊടുക്കുന്നില്ല. അതൊരു വല്ലാത്ത അവസ്ഥയായിരുന്നു. ആ അമ്മ ഈ കുട്ടിയുടെ അമ്മയെ, അതായത് തൻ്റെ മോളെ വളരെ കൃത്യമായി നോക്കിക്കൊണ്ടാണ് ഇരുന്നത്. ഒരു ദിവസം രാവിലെ ഈ കുട്ടിയുടെ അമ്മ മുല കൊടുക്കാൻ ഇഷ്ടപ്പെടാത്ത, പാല് കൊടുക്കാൻ ഇഷ്ടപ്പെടാത്ത, കുട്ടി കരഞ്ഞാൽ തിരിഞ്ഞു നോക്കാത്ത ഈ അമ്മ തൻ്റെ കുട്ടിയെ വാരിയെടുത്ത് മുലപ്പാൽ കൊടുക്കുന്ന ഒരു ചിത്രം ആ അമ്മ കാണുകയാണ്. കുട്ടിയുടെ മുത്തശ്ശി കാണുകയാണ്. തല താഴോട്ട് കുമ്പിട്ട് തൻ്റെ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കുന്ന അവസ്ഥയിൽ സാരിത്തുമ്പ് കൊണ്ട് കുട്ടിയുടെ മുഖം മറച്ച് ആ അമ്മ നിശ്ചലമായിരിക്കുന്നതാണ് ഈ കുട്ടിയുടെ മുത്തശ്ശി കാണുന്നത്. മുത്തശ്ശി പറമ്പിന്റെ അപ്പുറത്ത് ഒരു ചെറിയ അമ്പലമുണ്ട്, അങ്ങോട്ട് ഇറങ്ങുകയാണ്. ദൈവത്തിനൊരു നന്ദി പറയാൻ. കഴിഞ്ഞ 7 ദിവസമായി എൻ്റെ മോൾ ശബ്ദിച്ചിട്ട് ഇന്നിതാ അവരുടെ കുട്ടിയെ സംരക്ഷിക്കുന്നു. മുത്തശ്ശി മനസ്സിൽ സന്തോഷത്തോടെ പോയി. ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ആ അമ്മ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. പാല് കൊടുക്കാനിരുന്ന അമ്മ അങ്ങനെ തന്നെ ഇരിക്കുന്നു. പ്രത്യേക ചലനങ്ങളോ ഭാവങ്ങളോ ഒന്നുമില്ല. മുത്തശ്ശി ഓടി വന്ന് മോളോട് പറഞ്ഞു, മതി മോളെ, കൊച്ചിന് ഇപ്പൊ വയറ് നിറഞ്ഞിരിക്കും, 25 മിനിറ്റ് ആയില്ല അവൻ ആഞ്ഞാഞ്ഞു കുടിക്കുന്നത്. അമ്മ സ്തബ്ധയായ, അല്ലെങ്കിൽ ആ മുത്തശ്ശി സ്തബ്ധയായ നിമിഷമാണ് അടുത്തത്. ആ മുത്തശ്ശി ഓടി വന്ന് സാരിത്തലപ്പ് മാറ്റി കുഞ്ഞിനെ എടുക്കാൻ നോക്കുമ്പോൾ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിച്ചു പോയ ആ കുഞ്ഞിന്റെ അമ്മയുടെ ഇടത്തെ കൈ കുട്ടിയുടെ തൊണ്ടയിൽ അമർത്തി പിടിച്ച് നിശ്ചലമായിരിക്കുകയാണ്. യാതൊരു ചലനമില്ല. ആ മുത്തശ്ശി മോളുടെ കൈ തട്ടി മാറ്റിയിട്ട് കൊച്ചിനെ വാരി പുറത്തെടുത്തു. മുത്തശ്ശിക്ക് ഒരു സത്യം മനസ്സിലായി, എൻ്റെ കൊച്ച് മരിച്ചിരിക്കുന്നു. ഞാൻ ഇത്രയും ഉള്ളിൽ തട്ടി പറയാൻ കാരണം, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മുത്തശ്ശി കഥകളല്ല, യാഥാർത്ഥ്യങ്ങളാണ്. നമ്മുടെ മുൻപിൽ നാം കണ്ടും കേട്ടും അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് പറയാനാണ് പ്രസവാനന്തര ഡിപ്രഷൻ, PPD, പോസ്റ്റ്
അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. സാർ, എനിക്ക് ആ മനോരമയിലെ കട്ടിങ്സ് എനിക്ക് ഇട്ടു തന്നു. എൻ്റെ ഫോണിലുണ്ട്. അത് വീണ്ടും വായിക്കാനുള്ളൊരു മാനസശേഷി കണ്ടില്ല. ഞാൻ എൻ്റെ മിസ്സിനോട് പറഞ്ഞത് ഇതൊന്ന് വായിച്ചു നോക്ക്. പിന്നെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല. ഇങ്ങനെയും അമ്മമാരുണ്ടോ എന്ന് നാം സംശയിക്കുമ്പോൾ ഈ സമൂഹം അവർക്കെതിരെ ഒരു രോഗത്തിന്റെ പ്രത്യാഘാതമാണ് എന്ന് മനസ്സിലാക്കാതെ ചില ശബ്ദങ്ങൾ പുറത്തു കൊണ്ടുവരും. സമൂഹത്തിലെ ബന്ധുക്കൾ പറയും അവൾക്ക് ഭ്രാന്താണ്, കൊണ്ടുപോയി ചങ്ങലക്കേട്. ഒരു കൂട്ടർ അവരുടെ അഹമ്മദിയാണ് എന്നുറക്കെ പറയും. നശ്വതി അവൾ വന്ന് കയറിയപ്പോഴേ അറിയാം. ഇങ്ങനെ ഓരോന്നായി അവളുടെ മുഖം നോക്കൂ. പ്രസവാനന്തരം മാനസിക വളർച്ചയും രോഗം മനോരോഗമാണ്. ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ രോഗത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ സമൂഹം ഇതിനെ ഒരു രോഗമായി കണ്ട് തുടക്കത്തിൽ ചികിത്സിച്ചാൽ രോഗിയെ പൂർണ്ണമായി നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും. മെഡിക്കേഷനിലൂടെ കഴിയും, വീട്ടുകാരുടെ സഹകരണത്തോടെ കഴിയും, സൈക്കോതെറപ്പിയിലൂടെ കഴിയും. പക്ഷെ തുടക്കത്തിൽ അത് കണ്ടുപിടിക്കണം. ഓക്കെ, ഈ രോഗത്തെ നമുക്കൊരു 3ആയിട്ട് തരംതിരിക്കാം. അത് മൈൽഡ് ഡിപ്രഷൻ, ബേബി ബ്ലൂസ് എന്നാണ് പറയുന്നതിന്. ഒരു 7 ദിവസം പ്രസവത്തിന് ശേഷം 3 തൊട്ട് 7 വയസ്സും വരെ ചില ബുദ്ധിമുട്ടുകളൊക്കെ കാണും. പക്ഷെ അത് കഴിഞ്ഞാൽ നോർമലായി പോകുന്ന ബേബി ബ്ലൂസ്. അടുത്ത 2 സിവിയർ ആണ്. PPD സിവിയർ ആണ്. അതിനടുത്തത് ഡിപ്രഷൻ, ഫോബിയ സ്റ്റൈലിലേക്ക് പോകുന്നു. ഇപ്പൊ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ്. ഇപ്പൊ ലക്ഷണങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ് പറയാ, ലോങ് ലാസ്റ്റിംഗ് സിവിയർ ഫോം ഓഫ് ഡിപ്രഷൻ. അത് റെയർലി എക്സ്ട്രീം മൂഡ് റാദർ കാൾഡ് പോസ്റ്റ് പോർട്ടം സൈക്കോസിസ്. ഞാൻ 3ാമത്തേനെയാണ് ആദ്യം പറഞ്ഞത്. ഇത് ചൈൽഡ് ബർത്തിനോടനുബന്ധിച്ച് ഉണ്ടാവുന്നതാണ്. മാനസികമായി തളർച്ച, സൈക്കോസിസിലേക്ക് കയറിപ്പോകുന്ന ഒരു അവസ്ഥ. അവർക്ക് എന്തൊക്കെ സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് നോട്ട് എ ക്യാരക്ടർ ഓർ എ വീക്ക്നെസ്. അത് സ്വഭാവമോ ക്ഷീണവുമായിട്ട് കണക്കാക്കണ്ട. അതൊരു മാനസിക രോഗമാണ്. കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വളരെ വിഷമത്തിലേക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് എന്ന് നമ്മൾ അറിയാം. മൈൽഡ് ഡിപ്രഷൻ ചിലപ്പോൾ ദുഃഖിച്ചുണ്ടാക്കി കഴിഞ്ഞില്ല. അസ്വസ്ഥത അത് മെയിൻ സിംറ്റം ആണ്. പിന്നെ അവര് പ്രകടനം ശക്തമായി എല്ലാം കഴിഞ്ഞ് നമ്മൾ അവരെ ശ്രദ്ധിക്കും. സൗണ്ട് പ്രശ്നമുണ്ടോ? ഉണ്ടോ? കേൾക്കാം മത്സരം? സാറേ കേൾക്കാം. ഞാൻ വീഡിയോ ഒന്ന് ഓഫ് ചെയ്തേ. കുഴപ്പമില്ല, പറഞ്ഞോളൂ, കേൾക്കാം. ഓക്കെ, കുഴപ്പമില്ല. അപ്പോ അവർക്ക് കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല. ഒരു കാര്യം ചെയ്യുന്നതിന് യാതൊരു ശ്രദ്ധയോടുകൂടി ഒരു കാര്യവും അവർക്ക് ചെയ്യാൻ കഴിയില്ല. വിശപ്പ് അത് മറ്റൊരു പ്രോബ്ലം. ചിലപ്പോൾ ആർത്തിയോടെ അവർ ആഹാരം കഴിക്കുന്ന കാണാം, അല്ലെങ്കിൽ ഒട്ടും കഴിക്കാതിരിക്കുന്നതും കാണാം. മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് അവരുടെ ഉറക്ക സംബന്ധമാണ്. ഉറക്കം കെടുന്ന അവസ്ഥ, ഇല്ലെങ്കിലോ ഉറങ്ങിക്കൊണ്ടേയിരിക്കുന്ന അവസ്ഥ. ഒന്നിനും ഒരു ക്രമീകൃതമായ രൂപഭാവങ്ങൾ ഇല്ല.
ഒന്നിനും രൂപഭാവങ്ങളില്ല, കിട്ടുന്നത് കിട്ടുന്ന പോലെ ചെയ്യും. അതിലേറെ സങ്കടകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അവരുടെ കുട്ടിയെ അവർ ശ്രദ്ധിക്കുകയില്ല. അവരുടെ ഡെയിലി ടാസ്കുകൾ തന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർ ചെയ്യുന്നില്ല. ഇവിടെ ആദ്യത്തെ ആഴ്ച ഇങ്ങനെ പോയി, ഇത് ഡ്യൂറിങ് പ്രഗ്നൻസിയിൽ സംഭവിക്കാം, അല്ലെങ്കിൽ പ്രഗ്നൻസി പീരീഡിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയി ഡെലിവറിക്ക് ശേഷം 1 വർഷത്തിന് ശേഷവും ഇത് സംഭവിക്കാം. ആദ്യ കേസിൽ 1 വീക്ക് സംഭവമായിട്ട് അങ്ങനെ പോകും. രണ്ടാമത്തെ കേസ് അല്ലെങ്കിൽ മൂന്നാമത്തെ കേസ് വരുന്നത് പ്രസവത്തിന് മുമ്പ് തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ തുടങ്ങുകയും പ്രസവത്തിന് ശേഷം 1 വർഷത്തിനുള്ളിൽ വീണ്ടും അത് കയറി വരികയും ചെയ്യും. ഞാൻ വീണ്ടും പറയുന്നു, അവർക്ക് ഡിപ്രസ്ഡ് മൂഡ് ഉണ്ടാവും. അതൊരു സിവിയർ മൂഡാണ്. സങ്കടവും സന്തോഷവും കയറി വരുന്നുണ്ട്. എക്സസീവ് ക്രൈയിങ് ഉണ്ട്. ആരോടും യാതൊരു ബോണ്ടിങ്ങുമില്ല. പ്രത്യേകിച്ച് കുട്ടിയോടുള്ള സ്നേഹം അവർക്ക് അറിയാതെ പോകുന്ന അവസ്ഥയാണുള്ളത്. വീണ്ടും അവർ ചെയ്യുന്നത് കുടുംബത്തിൽ നിന്ന് അകലുന്നു. വിഡ്രോയിങ് ഫ്രം ദ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. വിശപ്പ് നഷ്ടപ്പെടുന്നു. ഇൻസോമാനിയ അവരുടെ കൂടെ തന്നെ എത്തുന്നു. അല്ലെങ്കിലോ സ്ലീപ്പ്, പക്ക സ്ലീപ്പ്. അവർക്ക് പലപ്പോഴും ശക്തമായ ക്ഷീണമാണ് അനുഭവപ്പെടുന്നത്. അവരുടെ എനർജി നഷ്ടപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെയോ ഒരു കാലത്ത് അവരിൽ ഉണ്ടായിരുന്ന സന്തോഷാവസ്ഥ, എന്തെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന താല്പര്യവും സന്തോഷവും, ആ ആക്ടിവിറ്റീസ് ഇന്ന് ചെയ്യാൻ അവർക്ക് ഇഷ്ടമില്ല. അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. ആ ആക്ടിവിറ്റീസ് കൊണ്ട് ഒരു എൻജോയ്മെന്റും അവർക്ക് കിട്ടുന്നില്ല. ശക്തമായ അസ്വസ്ഥത, ഇറിറ്റബിലിറ്റി ആൻഡ് ആങ്കർ അവരുടെ മുഖമുദ്രയായിട്ട് കാണുന്നു. ആരോടാണ് ഈ ആങ്കർ? അറിഞ്ഞൂടാ. ഇറിറ്റബിലിറ്റിയും ആങ്കറും അവരോടൊപ്പം സഞ്ചരിക്കുകയാണ്. പിന്നെ അവരുടെ ഉള്ളിലുള്ള പ്രധാനപ്പെട്ട കാര്യം, അവർ ഭയപ്പെടുന്നു. ഐ ആം നോട്ട് എ ഗുഡ് മദർ. ഞാനൊരു നല്ല അമ്മയല്ല മറ്റുള്ള അമ്മമാരെ പോലെ. എനിക്കതിന് സാധിക്കുന്നില്ല. അവരുടെ ഉള്ളിൽ വരുന്നത് ഐ ആം നോട്ട് എ ഗുഡ് മദർ ആൻഡ് ഗിൽറ്റ്, ഇൻഅഡിക്വസി. ഒന്നിനും തികയാത്തവരാണ്. അവർക്ക് നാണക്കേടുണ്ട്. ദേ ആർ വർത്ത്ലെസ്, ഫീലിംഗ്ലെസ്. ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ അവർ കടന്നു പോകുന്നു. അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് അത് വെച്ചാണ്. അവർക്കൊരിക്കലും തിങ്കിങ് കപ്പാസിറ്റി, ഒരു കാര്യം ചിന്തിച്ച തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല. റെസ്റ്റ്ലെസ് ആണ്. കാരണം അവർക്ക് ആൻസൈറ്റി, സിവിയർ ആൻസൈറ്റി ഉണ്ട്. മാത്രമല്ല അത് വല്ലാതെ ശക്തവും അവർ കാണിക്കും. ദേ ആർ പാനിക് ദെൻ. അപ്പോ ഈ അവസ്ഥകളാണ് അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അവര് ആ സ്വന്തം കുട്ടിയെക്കുറിച്ച് ആലോചിക്കാതെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. റിക്കറന്റ് തോട്ട് ഓഫ് ദ ഡെത്ത് ആൻഡ് സൂയിസൈഡ്, അപകടകാരിയായ ഒരവസ്ഥയിലേക്കാണ് അവർ പോകുന്നത്. കോൺസ്റ്റന്റ് ആയിട്ട് മരണത്തെക്കുറിച്ച് അവർ ആലോചിച്ചുകൊണ്ടിരിക്കും. ഒരു സൂയിസൈഡൽ അവസ്ഥയെക്കുറിച്ച് അവരായിക്കൊണ്ടിരിക്കും. ഇപ്പൊ മനോരമയുടെ കഥ പറഞ്ഞ് അടുത്ത 7 ദിവസം പ്രായമായ ഒരു കുഞ്ഞിന് കരച്ചിൽ കേട്ടാണ് ആ കുഞ്ഞിന്റെ മുത്തശ്ശി കയറി വരുന്നത്. ഇന്നത്തെ പത്രത്തിലുള്ളതാ. അവര് ചോദിച്ചു, എന്താ മോളെ ഇത്? ആ കുട്ടിയെ വേഗം പുറത്തെടുത്തു. ഭാഗ്യം, ഈശ്വരാധീനം, പെട്ടെന്ന് അമ്മ വന്നത് കൊണ്ട് ആ കുട്ടി മരിച്ചില്ല. അതിന് യാതൊരു പ്രശ്നവും അമ്മയുടെ മുഖത്തുണ്ടായിരുന്നില്ല.
ഫ്രിഡ്ജ് തുറന്ന അതിനകത്തേക്ക് ഈ ഭാവത്തിൽ കൊച്ചിനെ വെറുക്കുന്ന, കൊച്ചിനെ കൊല്ലുന്ന ഒരവസ്ഥയിലേക്ക് അവർ മാറിപ്പോയി എന്നുള്ളതാണ്. ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടി മുത്തശ്ശിക്കൊന്നും പറയാനില്ല. അത് ഇതിന്റെ റിസൾട്ടാണ്. 5 വർഷം മുമ്പ് നടന്നതും ഇതേ സംഭവത്തിന്റെ റിസൾട്ടാണ്. നമുക്ക് നമ്മുടെ ഒരു കുഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഒന്ന് വീണ് മുട്ടിൽ ഒരല്പം ചോര കിട്ടിയാൽ നമുക്ക് ആവലാതിയായി, വേവലാതിയായി. ഇവിടെ സ്വയം അതിനെ കൊല്ലാൻ പോയാൽ പോലും യാതൊരു ആവലാതികളോ വേവലാതികളോ ഇല്ല. അടുത്തൊരു പ്രധാനപ്പെട്ട ലക്ഷണമായിട്ട് വരുന്നത് കൺഫ്യൂഷൻ ആൻഡ് ഡിസ്ഓറിയന്റേഷൻ. സ്ഥലകാല ബോധം അവർക്കുണ്ടാവില്ല. അവരെവിടെയാണെന്നോ എന്തൊരവസ്ഥയിലാണെന്നോ ഒന്നും അവർക്ക് അറിയില്ല. അവർ തുടർച്ചയായി ഒരേ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് അതിനനുസരിച്ചുള്ളൊരു സാറേ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. എനിക്ക് ആ ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. അല്ല സാറേ കേൾക്കാവോ? സാറ് പറയുന്നത് എനിക്ക് കേൾക്കുന്നുണ്ട്. ഇപ്പൊ കേൾക്കാവോ? ഇപ്പൊ കേൾക്കാം. ഇടയ്ക്കൊന്ന് പോകുന്ന കുഴപ്പമില്ല, പറഞ്ഞു. ഇപ്പൊ കേൾക്കാം. അതെന്താണെന്ന് അറിയുന്നില്ല സാർ. ഞാൻ എവിടം വരെ പറഞ്ഞത് കേട്ടു? കൺഫ്യൂഷൻ ആൻഡ് ഡിസ്ഓറിയന്റേഷൻ കേട്ടോ സാറേ? അതൊന്നുകൂടെ പറഞ്ഞു സാറേ. ബോധമില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായി. അത് കഴിഞ്ഞതിന് ശേഷം മനസ്സിലായി. ഞാൻ പറയാം. അപ്പൊ അവർക്ക് വാസ്തവത്തിൽ ഒരു താളബോധമില്ല, തന്റെ കൊച്ചിനെ കുറിച്ചുള്ള ചിന്തയില്ല. റിക്കറന്റ് ആയിട്ട് ഡെത്ത് ഓർ സൂയിസൈഡ് അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടേയിരിക്കും. കേൾക്കാന്ന് വിചാരിക്കാം. അപ്പൊ സൂയിസൈഡൽ തോട്ട് അവരുടെ കൂടെ ഉണ്ട്. അപ്പൊ അത് ചികിത്സിച്ചില്ലെങ്കിൽ ആ ഡിപ്രഷൻ ലോങ് ലാസ്റ്റിലേക്ക് പോകും. അങ്ങ് അറ്റത്തെത്തിക്കഴിഞ്ഞ് ചികിത്സയുടെ ഫലം ഫലപ്രദമാകുന്ന ഒരവസ്ഥയിൽ ആവില്ല. ഇപ്പോൾ റെയർ കണ്ടീഷനാണ് ഈ ഫസ്റ്റ് വീക്ക് അവസാനിക്കുന്നതും മറ്റും. അങ്ങനെ അവസാനിക്കാതിരിക്കുന്ന അടുത്ത ദിവസം ഈ സൈക്കോസിസ് സ്റ്റേജിലേക്ക് മുന്നോട്ട് പോകുന്നത്. സെക്കൻഡ് സ്റ്റേജിൽ 1 മാസം വരെയൊക്കെ പോയി കഴിഞ്ഞ് വീട്ടുകാരുടെ സന്തോഷകരമായ ഇടപെടലും മറ്റുമൊക്കെ ഉണ്ടായി അതും മാറിപ്പോകും, പ്രശ്നമില്ല. പക്ഷെ വീട്ടുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ അവരനുഭവപ്പെടുന്നത് കൺഫ്യൂഷനാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഡിസോറിയന്റേഷൻ, സ്ഥലകാല ഭ്രമം. ഞാൻ എവിടെയാണെന്ന് പോലും അവർക്ക് അറിയുന്നില്ല. പിന്നെയോ ഒബ്സസീവ് തോട്ട്സ് അബൌട്ട് ദെയർ ബേബി. കൊച്ചിനെ കുറിച്ചാണ് ആലോചിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അതിനെക്കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കും. അതിനുവേണ്ടി എന്ത് ചെയ്യണം എന്നറിയില്ല. ഒബ്സസീവ് തോട്ട് ഓഫ് ദെയർ ബേബി, അത് മുന്നോട്ട് പോവുകയാണ്. ഇതിൻ്റെയും ഹയർ ലെവലിലേക്ക് കയറിയാല്, സൈക്കോസിസ് സ്റ്റൈലിലേക്ക് കയറിയാല് ഹാലൂസിനേഷനും ഡെലൂഷനും ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു കൊച്ചു കുട്ടിയുടെ അമ്മയ്ക്ക് ഹാലൂസിനേഷൻ ഉണ്ടായാലുള്ള അവസ്ഥ. ഹാലൂസിനേഷൻ ഇല്ലാത്ത ശബ്ദവും കാഴ്ചയും രുചിയും സംസാരവും, കേൾക്കാത്ത കാര്യങ്ങൾക്ക് തിരിച്ച് മറുപടി പറയുന്നത്, ഇല്ലാത്ത വസ്തുക്കൾ ഉണ്ടെന്ന് ചിന്തിക്കുന്നത്, തൻ്റെ ശരീരത്തിലൂടെ എന്തോ ഇഴയുന്നു എന്നൊരു തോന്നല്, ഇതെല്ലാം ഹാലൂസിനേഷനിലൂടെ നടക്കുന്നതാണ്. അത് ഈ അമ്മ അനുഭവിക്കുന്നു. ഡെലൂഷനിൽ പോയാലോ അവർ ചിന്തിക്കുന്നത് മുഴുവൻ തെറ്റായ തരത്തിലായിരിക്കും. നമ്മളെ എങ്ങനെയൊക്കെ അവരെ അത്
ആയ രൂപം കാണിച്ചു കൊടുത്താലും അവരത് അവരുടെ മനസ്സിലുള്ള തെറ്റായ ധാരണയിലൂടെ മുന്നോട്ട് പോകും. ഇവർക്കും ഇങ്ങനെയുള്ള ആളുകൾക്കും സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ട്. അവര് വളരെ ശക്തമായി ക്ഷോഭിക്കുന്ന സ്വഭാവക്കാരാണ്. എക്സസ് എനർജി, അജിറ്റേഷൻ, വേണ്ടതിലധികം ശക്തി എടുത്തുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ. ഇതിലേറെ കഷ്ടമാണ് അവരിൽ പാരനോയിയ, സംശയരോഗവും ചേർത്ത് കിട്ടുന്നു. ഇപ്പോ ഈ ഇത്തരക്കാരില് അവരെ തന്നെ ഉപദ്രവിക്കും, കൊച്ചിനെ ഉപദ്രവിക്കാം. സൂയിസൈഡൽ തോട്ട്സ്. നമുക്ക് ചെയ്യാനുള്ളത് സ്പീഡി ട്രീറ്റ്മെന്റ് മാത്രമാണ്. സ്പീഡി ട്രീറ്റ്മെന്റ്സ് മാത്രമാണ് നമുക്ക് അവർക്ക് കൊടുക്കാനുള്ളത്. കാത്തിരിക്കുന്ന ഓരോ നിമിഷവും ആ അമ്മ അപകടത്തിലേക്ക് പോകും, അല്ലെങ്കിൽ ആ കൊച്ചിനെ അപകടത്തിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ഇത് എന്തുകൊണ്ടൊക്കെയാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചെന്നാല് ഒരു സിംഗിൾ കോസ് അല്ല അതിൻ്റെ പുറകിലുള്ളത്. അത് ഫിസിക്കൽ കോസ് ഉണ്ട്, ഇമോഷണൽ കോസ് ഉണ്ട്. ഇപ്പോൾ ആ ഇമോഷണൽ കോസ്, ഫിസിക്കൽ കോസ്, ഈ രണ്ടെണ്ണവും അതിലാദ്യത്തെ ഫിസിക്കൽ ചേഞ്ചില് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അവരുടെ ശരീരത്തിലെ ഹോർമോണിക് ചേഞ്ച് വരുന്നു, ഫിസിക്കലായിട്ടുള്ള മാറ്റം സംഭവിക്കുന്നു. എന്താണ് ആ മാറ്റം? ചൈൽഡ് ബർത്തിന് ശേഷം എ ഡ്രമാറ്റിക് ഡ്രോപ്പ് ഇൻ ഹോർമോൺസ്. അവരുടെ ശരീരത്തിലുള്ള പ്രധാനപ്പെട്ട ഹോർമോൺ ഈസ്ട്രജൻ ആണ്. പ്രോജസ്ട്രോണും ഉണ്ട്, പുരുഷ ഹോർമോണാണ്, അതും കുറച്ചവരിലുണ്ട്. ഈ രണ്ട് സാധനങ്ങളും അവരിൽ നിന്നൊരു ഡ്രമാറ്റിക് ഫോളിംഗ് ഡൗൺ, താഴെ വീണു പോവുക, കയ്യിൽ നിന്ന് വീണ് പൊട്ടി ഉടഞ്ഞു പോകുന്ന പോലെ അവരുടെ ശരീരത്തിൽ നിന്ന് അത് മാറ്റപ്പെടുന്നു, പോകുന്നു. അപ്പോ അങ്ങനെ ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഇവർ സംഭാവന ചെയ്തിട്ട് പോകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈസ്ട്രജന്റെയും പ്രൊജസ്ട്രോണിന്റെയും അപാകത, അവിടെ ഇല്ലായ്മ, ഇംബാലൻസ് സ്റ്റേജ്, അതാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് നമ്മൾ അറിയുക. ഈസ്ട്രജന്റെയും പ്രൊജസ്ട്രോണിന്റെയും ഈ പ്രസവത്തിന് ശേഷം അവരുടെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായോ അല്ലെങ്കിൽ ഒരു 90% എ ഡ്രമാറ്റിക് ഫോൾ ഇൻ ദീസ് ടു ഹോർമോൺസ് സംഭവിക്കുന്നു. അതിൻ്റെ റിസൾട്ടാണ് നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോൺസിനെ നിയന്ത്രിച്ചു കൊണ്ട് പോവാൻ. അതില്ലാതായാൽ എങ്ങനെ ആരാ നിയന്ത്രിക്കുക? അത് നഷ്ടപ്പെടുന്നു. ഇത്രയുമാണ് ഇതിൻ്റെ കാരണങ്ങളായും ലക്ഷണങ്ങളായും ഒക്കെ പറയാൻ കഴിയുന്നു. എനിക്കിനി നിങ്ങളോടാണ് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസസ്, നിങ്ങളുടെ വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ അടുത്തുള്ളവരോ ഒക്കെ ഇങ്ങനെ പ്രസവാനന്തരം ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ കാണിച്ചിട്ട് ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. സർ. താങ്ക് യു ഗുരുവാനന്ദൻ സർ. ഗുരുവാനന്ദൻ സർ, ഞാൻ പറയാം. എൻ്റെ ഒരു സിസ്റ്റർക്ക് ഇങ്ങനത്തെ ഒരു കേസ് ഉണ്ടായിരുന്നു സർ. വളരെ ചെറുപ്പത്തിൽ തന്നെ 15ാമത്തെ വയസ്സിലാണ് പ്രസവിച്ചത്. അവർക്ക് പ്രസവം കഴിഞ്ഞ് മെന്റൽ ഡിസോർഡർ ആയിട്ട് വീട്ടിൻ്റെ അകത്ത് മുറിയിലിട്ട് കിടത്തിയായിരുന്നു. പിന്നെ അത് അന്ന് കോഴിക്കോട് ഒരു പ്രസിദ്ധ ഡോക്ടർ ഉണ്ടായിരുന്നു, ശാന്തകുമാരൻ. ഡോക്ടർ ശാന്തകുമാരൻ എന്ന ഡോക്ടർ ഉണ്ടായിരുന്നു. അയാളിപ്പോൾ മരണപ്പെട്ടു, കുറച്ച് നേരത്തെ മരണപ്പെട്ടു. അയാളുടെ ട്രീറ്റ്മെന്റിൽ 1 വർഷത്തോളം ട്രീറ്റ്മെന്റ് നടത്തിയിട്ടാണ് സുഖപ്പെട്ട്. അങ്ങനെ കേസ് ഉണ്ടായിരുന്നു സർ. ഓക്കെ. മറ്റാരെങ്കിലും? സാറേ ഞാൻ പറയട്ടെ. സാറേ താങ്ക് യു സാബു സർ, താങ്ക് യു ലഹന്ന സാർ. സാറ് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണെന്ന് സംസാരിച്ചത്. എനിക്ക് പല ക്ലയന്റുകളെയും ട്രീറ്റ്മെന്റ് നടത്താനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ എൻ്റെ സിസ്റ്റർക്ക് ഉണ്ടായിരുന്നു. അവള് പ്രസവിച്ചപ്പോ അന്ന് ആർക്കും അങ്ങനെ മനസ്സിലായില്ല. അന്ന് ഞാൻ സൈക്കോളജി ഒന്നും അത്ര വശമൊന്നുമില്ല.
ഇവള് ഭയങ്കര ഡിസോർഡർ കാണിക്കുന്നുണ്ടായിരുന്നു. അതായത് അവളെങ്ങനെയാ വെച്ചാൽ ഓവർ കോൺഷ്യസ്. കുട്ടിക്ക് എന്തേലും പറ്റുമോ, കുട്ടിക്ക് എന്തേലും പറ്റുമോ, ഇതിങ്ങനെ ഭയങ്കരമായിട്ട് ഒരു ശല്യപ്പെടുത്തുന്ന രീതിയിൽ ഭയങ്കര അലേർട്ട് ആവുക, രാത്രി ഉറങ്ങാണ്ടിരിക്കുക. അങ്ങനെ അവള് പക്ഷെ പെട്ടെന്ന് തന്നെ 1 മാസം കഴിഞ്ഞോട് നോർമലായി. പക്ഷെ അവളാ മോക്ക് ഭയങ്കര ശരിക്ക് ഒരു കൊല്ലം വരെ അതിന്റെ സിംറ്റംസ് ഉണ്ടായിരുന്നു. അവള് പറഞ്ഞാല് ഭയങ്കര ദേഷ്യം, ഭയങ്കര എന്താ പറയണ്ടേ, എല്ലാരോടും അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരോടാണ് ഏറ്റവും തട്ടിക്കയറുക. കുട്ടീനോട് ദേഷ്യം പിടിച്ച് പാല് കൊടുക്കാണ്ടിരിക്കുക. അങ്ങനെ ഭയങ്കര അവസാനം അവളെ ഞാൻ എന്റെ ഇതിലൂടെ അവളെ റെഡിയാക്കി എടുത്ത് കുറച്ച് ലേറ്റ് ആയിപ്പോയി. അവസാനം ലേറ്റ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്തായാലും മരുന്ന് കഴിക്കണം, സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം. സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് ഞാൻ ഓൺലൈൻ കൗൺസിലിംഗ് കൊടുത്തിട്ട് ആ കുട്ടീനെ ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇങ്ങനത്തെ കേസുകൾ വന്നിട്ടുണ്ട്. ഓൺലൈനായിട്ടും ഞാൻ കൗൺസിലിംഗ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ശരിക്കും ഇതില് സാറ് പറഞ്ഞ സ്നേഹം കൂടുതലുണ്ട് സാറേ. സ്നേഹം തീരെ ഇല്ലാത്ത ഓവറായിട്ട് സ്നേഹിക്കുന്ന അതും തകരാറാണല്ലോ. അങ്ങനെയുണ്ട്. ഓവറായിട്ട് ശ്രദ്ധിക്കുക, ഒരാളെ കുട്ടീനെ തൊടാൻ സമ്മതിക്കാണ്ടിരിക്കുക, അങ്ങനത്തെ കേസൊക്കെ ഉണ്ട്. പിന്നെ ഈ സാധാരണ രീതിയിൽ ഇത് എല്ലാവർക്കും ഉണ്ടാവും. 100% ആൾക്കാർക്കും ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അത് ഹോർമോണൽ ഇംബാലൻസ് വരുന്നതുകൊണ്ട്. പക്ഷേ 90% ആൾക്കാരും പെട്ടെന്ന് റിക്കവർ ആകും. പക്ഷെ 10% ട്രീറ്റ്മെന്റ് നടത്തിയിട്ടില്ല, അവരൊരിക്കലും നോർമൽ സ്റ്റേജിലേക്ക് വരൂല. അതാണ് മനസ്സിലാക്കേണ്ടത്. ശരിക്കും വീട്ടില് ശരിക്കും നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. പ്രസവിച്ച ആൾക്കാർ മാത്രമല്ല, നമ്മൾ ശരിക്കും നമ്മളെ കുടുംബത്തിലുള്ള ആൾക്കാരെ സ്വഭാവത്തിൽ ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവുമ്പോൾ ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ഡിപ്രഷനിലേക്ക് പോയി കഴിഞ്ഞിട്ട് ആത്മഹത്യക്ക് ചെയ്യുന്നവരാണ് നമുക്ക് ബോധം ഉണ്ടാവുക. അങ്ങനെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മള് ശരിക്കും വിജിലന്റ് ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് നമ്മൾ സൈക്കോളജി അറിയുന്ന ആൾക്കാരെങ്കിലും നമ്മളെ കുടുംബത്തിലുള്ള ആൾക്കാരെ ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് അവരെ മാറ്റങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. കാരണം വീട്ടുകാർക്ക് അറിയില്ല എന്താണ് ഇങ്ങനെയാണ്. അവളങ്ങ് ശരിയാവും, എല്ലാവരും അങ്ങനെ വിചാരിക്കുക. നമ്മളെ അടുത്ത വീട്ടിലൊരു കുട്ടി എങ്ങനെ ആത്മഹത്യ ചെയ്ത് നല്ല വ്യത്യാസം കണ്ട് അവരാരോടും പറഞ്ഞില്ല. അത് അമ്മമ്മേന്റെ നേച്ചറായിരിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ. ഒരു ദിവസം ആ കുട്ടി അങ്ങ് മരിച്ചതിന് ശേഷമാണ് അറിയുന്നത് ആ കുട്ടിക്ക് എത്രയോ കാലമായിട്ട് അവൾ ഒന്നിലും ഇടപെടില്ല, ഭയങ്കര ഡിപ്രഷൻ ഇങ്ങനെ വന്ന് കൂടിയിട്ടാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തത്. ഓക്കെ മാം, വളരെ നല്ല ഇൻഫർമേഷൻ. ഇനി ആരെങ്കിലും ഉണ്ടാവും? ഇല്ലെങ്കിൽ ഞാൻ ആ ട്രീറ്റ്മെന്റിന്റെ പറയും. നമ്മുടെ നാട്ടില് ഒരു പെൺകുട്ടി, പേരൊന്നും പറഞ്ഞൂടാ, അപ്രിയ സത്യങ്ങൾ പറഞ്ഞുകൂടാന്ന് നമ്മുടെ യോഗയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിലൊരു പെൺകുട്ടി ഇതുപോലെ ആയിട്ട് പിന്നെ കുട്ടി ഇങ്ങനെ ഉണ്ടെന്നുള്ള സൂചന ഒക്കെ കിട്ടിയിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ഗൗനിച്ചില്ല എന്ന് തോന്നുന്നു. ആ കുട്ടി രാത്രി ഒരു കുട്ടീനെ കൊണ്ടുപോയിട്ട് അവളും കുട്ടിയും കിണറ്റിൽ ചാടി, രണ്ടുപേരും മരിച്ചു. എനിക്ക് തോന്നുന്നു പണ്ടത്തെ രീതി ഉണ്ടല്ലോ സാറേ, എനിക്ക് തോന്നുന്നു പണ്ട് ഇത് കാരണം ഇങ്ങനെയുള്ള കേസ് പണ്ട് ഒരു ഗർഭിണി ആവുമ്പോ തന്നെ വീടുകളില് കൂട്ടുകുടുംബല്ലേ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാറ്റിനും ആദ്യം മുതലേ തയ്യാറെടുപ്പ് നമ്മൾ കാണുന്നതാണ്. എന്റെ എല്ലാം കാര്യം അങ്ങനെയാണ്. ആദ്യം മുതലേ അമ്മ അതിനുള്ള ഒരുക്കങ്ങളും മരുന്നുണ്ടാക്കേണ്ട കാര്യങ്ങളും അത് കഴിഞ്ഞിട്ട് എങ്ങനെയാന്നുള്ളതും കുറേ കുട്ടി മയ്യെഴുതാൻ വരെ അത് എല്ലാം തയ്യാറാക്കിയിട്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മളെ മനസ്സ് അതിലേക്ക് കൊണ്ടുവരികയാണ്. അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു പണ്ട് ഇങ്ങനെയുള്ള ഇതെല്ലാം കുറഞ്ഞു വരുന്നത്. താങ്ക് യു സാർ. ഓക്കെ, എന്തായാലും ഈ പ്രതികരണങ്ങൾ യാഥാർത്ഥ്യങ്ങളിലേക്ക് വെള്ളി ചൂണ്ടുന്നതാണ്. ഇപ്പൊ രമാവതി മാം പറഞ്ഞതിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യം, അവർക്ക് സ്നേഹം കൊടുക്കുകയും സപ്പോർട്ട് കൊടുക്കുകയും ചെയ്ത ഒരു കൂട്ടുകുടുംബമാണ് പലപ്പോഴും ഇതിനെ സഹായിച്ചിരുന്നത്. അന്ന് പ്രത്യേകിച്ച് മറ്ററിവുകളൊന്നുമില്ല, പറഞ്ഞു കേട്ട് പാരമ്പര്യത്തോടുങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വന്ന് അത് അവർക്ക് അനുഭവമായി, അവർ ഓക്കെ ആയി. അത് നമ്മുടെ ഉള്ളിലേക്കും നമ്മൾ പിടിച്ചു വെക്കുന്നുണ്ട്. ഓക്കെ, ഒത്തിരി സന്തോഷം. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഇതിന് മെഡിസിൻ കൊടുത്തുകൊണ്ട് അത് ഞാൻ വേറെ പറയാം. ട്രീറ്റ്മെൻറ്റ് സൈഡിൽ വരുമ്പോൾ ഈ നമ്മുടെ ഇത്തരം ഡിപ്രഷൻ മാറ്റുന്നതിന് ചെയ്യാവുന്ന ഒരു പ്രായോഗിക കാര്യം ഡിമിനിഷിങ് ബ്രീത്തിങ് മെത്തേഡാണ്. ബ്രീത്തിങ് റിഡക്ഷൻ എന്നും പറയും. അത് ഒരു ബ്രീത്ത് എടുത്ത് അടുത്ത ബ്രീത്തിനും ഇടയിൽ എടുക്കുന്ന സമയം കൂട്ടിക്കൊണ്ടുവരിക.
ഞാനൊരു ശ്വാസം എടുക്കുകയാണ്, ഇപ്പോൾ ഞാൻ എടുത്തു. അതിനെ വിടാൻ സമയമെടുത്ത് അടുത്തത് എടുക്കാനുള്ള സമയം നീട്ടിക്കൊണ്ട് പോവുക. ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കില്ല. പതുക്കെ പതുക്കെ പ്രാക്ടീസ് ചെയ്താലേ ആദ്യത്തെ പ്രാവശ്യം അതൊരു മിനിറ്റിൽ 10 തവണ ശ്വാസം എടുത്തുവെങ്കിൽ അത് കുറച്ച് കുറച്ച് 10-ൽ നിന്ന് 4 അല്ലെങ്കിൽ 5 ആക്കി കുറയ്ക്കാൻ പറ്റും. അങ്ങനെ കുറയ്ക്കുമ്പോൾ ബോധപൂർവമാണ് നമ്മളത് ചെയ്യുന്നത്. അതിലൂടെ നമ്മുടെ ടെൻഷൻ കുറയ്ക്കാനായിട്ട് പറ്റും, നമ്മുടെ പാൽപിറ്റേഷൻ കുറയ്ക്കാനായിട്ട് പറ്റും. അതൊരു മെത്തേഡാണ്. നേരത്തെ ആദ്യം പറഞ്ഞ മാം പറഞ്ഞതിൽ ആ കുട്ടിയെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ പറഞ്ഞത് ഒബ്സസീവ് തോട്ട്, ഒന്നിനു പറയുക ഒന്ന്, എൻ്റെ കുട്ടി എൻ്റെ കുട്ടി എൻ്റെ കുട്ടി, വേറൊന്നും ചെയ്യുന്നില്ല. ഓക്കെ, ഇത് ഒരു പ്രധാനപ്പെട്ട അവര് മനസ്സുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുത്ത് ചെയ്ത് 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 വരുമ്പോൾ അവരുടെ ടെൻഷൻ പോവും, അവരുടെ ആങ്സൈറ്റി പോവും. രണ്ടാമത് നമുക്ക് കൊടുക്കാവുന്നത് ഈ എംപ്റ്റി ചെയർ മെത്തേഡാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ ആരോടോ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ദേഷ്യമുണ്ട്, ആ ദേഷ്യം പറഞ്ഞു തീർക്കുക. ആ പറഞ്ഞു തീർക്കലാണ് ആ വ്യക്തിയെ നമ്മൾ നേരെ മുൻപിൽ ഒരു കസേരയിൽ ഇരുന്നതായി കണക്കാക്കി നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട്, ഓപ്പോസിറ്റിൽ എംപ്റ്റി ചെയറാണ്, പക്ഷെ നമ്മളൊരു ചെയറിൽ ഇരുന്നു കൊണ്ട് പരമാവധി ചീത്ത വിളിക്കുക. നമ്മുടെ മനസ്സിലുള്ള ആ വിഷമങ്ങളൊക്കെ അങ്ങോട്ട് പോട്ടെ. നേരിട്ട് പറയാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ പറഞ്ഞും നമ്മുടെ ടെൻഷനെ നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും. ഇനി മുസ്ലിം സഹോദരങ്ങൾക്ക് അങ്ങനെ ആർക്കും ചീത്ത വിളിക്കുന്നത് നല്ലതല്ല ആരോടും. പക്ഷെ അവരുടെ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഈ ഈശ്വരനോട് ക്ഷമ ചോദിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞു പോയി, എൻ്റെ സാഹചര്യത്തിൽ ക്ഷമിക്കുക, ഈശ്വരനോട് മനസ്സറിഞ്ഞൊരു ക്ഷമ ചോദിക്കുക. അത് അവരുടെ മാനസികമായ ബുദ്ധിമുട്ട് മാറ്റിയെടുക്കാനായിട്ട് കഴിയും. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന മൂന്നാമത്തെ കാര്യം, നമ്മുടെ ഇടത് നെഞ്ചിൽ വലത് കരം ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ശാന്തമായി ശ്വാസമെടുത്ത് പതുക്കെ വിടുക. ആ നെഞ്ചിലിരിക്കുന്ന എന്റെ ഏറ്റവും ജീവിച്ചെല്ലാ പ്രയാസങ്ങളെ ഞാൻ അവിടെ ഏൽപ്പിക്കുകയാണ്. ശ്വാസം പതുക്കെ എടുത്ത് വിട്ടുകൊണ്ട് അയച്ചു. വീണ്ടും നാലാമത്തെ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, സ്വന്തം കുഞ്ഞിന് മുല കൊടുക്കുമ്പോൾ അത് ആസ്വദിച്ച് ചെയ്യുക. എന്നിട്ട് മനസ്സിൽ പറയുക, ഇവൻ എൻ്റെ രാജകുമാരനാണ്, അല്ലെങ്കിൽ ഇവൾ എൻ്റെ രാജകുമാരിയാണ്, കുടിക്ക്, ഇഷ്ടം പോലെ കുടിക്ക്. കൊടുക്കുന്നതിൽ ആസ്വാദനം കണ്ടെത്തുക, മുല കൊടുക്കുന്നതിൽ ആസ്വാദനം കണ്ടെത്തുക. അത് ചെയ്യുന്നതും നമ്മുടെ ഡിപ്രസീവ് തോട്ട്സ് കളയാൻ എളുപ്പമാണ്. കൂട്ടത്തിൽ മറ്റൊന്ന് പറയട്ടെ, ഇന്ന് നമ്മുടെ പുതുതല അമ്മമാര് കുട്ടിക്ക് പാല് കൊടുക്കുന്നത് അമ്മമാരുടെ സൗകര്യത്തിനാണ്, കുട്ടിയുടെ സമയത്തിനോ അവൻ്റെ ആവശ്യം നിറവേറ്റിക്കൊണ്ടല്ല. വാച്ച് നോക്കിയാണ് സംസാരിക്കുന്നത്. വേണമെങ്കിൽ കുടിച്ചോ, 2 മിനിറ്റ്, എൻ്റെ ബസ് പോവും, ഞാൻ പോവുക. അതാണ് ആ കുട്ടി കേൾക്കുന്നത്. റിസൾട്ട്, ആ കുട്ടി ഒരിക്കലും ആ അമ്മയെ സ്നേഹിക്കാൻ പോകുന്നില്ല. ഓക്കെ, അടുത്ത കാര്യം, ഈ 4 കാര്യമാണ് സൈക്കോതെറപ്പിസ്റ്റുകൾ പറഞ്ഞു കൊടുക്കുന്നതും നമുക്ക് സ്വയം ചെയ്യാവുന്നതും. മെഡിക്കൽ സൈഡിൽ അത് ആസ് പെർ ഡയറക്ഷൻ ഓഫ് ദ മെഡിക്കൽ ഡോക്ടർ നമ്മൾ ചെയ്യണം. ഞാൻ പറഞ്ഞ പോലെ സൈക്കോളജിസ്റ്റിനെ കണ്ട് അവരുടെ ചികിത്സ അത് 1 വർഷമൊക്കെ എടുക്കുന്നതുണ്ട്, 6 മാസം കൊണ്ട് തീരുന്നതുണ്ട്. ഈ നമ്മുടെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ തൈറോയ്ഡ് ഗ്ലാൻഡ്, അവിടെയും ഈ ഡ്രോപ്പ് സംഭവിക്കും ഷാർപ്പായിട്ട്. ആദ്യ 2 കൂടാതെ തന്നെ തൈറോയ്ഡ് ഗ്ലാൻഡ്സ്, എന്നെ കേൾക്കാലോ അല്ലേ? ഹലോ, കേൾക്കാം. ഓക്കെ.
നമ്മുടെ ഹോർമോൺസ് പ്രൊഡക്ഷൻ ചെയ്യുന്നതിൽ തൈറോയിഡ് ഗ്ലാൻഡിന് ശക്തമായ ഒരു ഭാവമുണ്ട്. അത് ഡ്രോപ്പായി കഴിഞ്ഞാലും ഇതേ കാര്യം നടക്കും. നമുക്ക് ടയേർഡായിട്ട് അനുഭവപ്പെടും, സ്ലഗ്ഗിഷ് ആയിട്ട്, സ്ലോ മൂവിങ് ആൻഡ് ഇനാക്റ്റീവ്. ചിലർ നടക്കുന്ന കണ്ട് ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്ന ഒരു സ്റ്റൈലിലാണ് നടക്കുന്നത്. അതിന്റെ കാരണം ഇതാണ്, ആ തൈറോയിഡ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കേണ്ട കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല. ആ ഗ്ലാൻഡിന്റെ കഴിവ് തന്നെ കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സ്ലഗിഷ് ആവുന്നു. അത് മാത്രമല്ല, അതോടൊപ്പം തന്നെ ഡിപ്രസ്ഡ് ആവുകയും ചെയ്യും, തൈറോയിഡ് ഗ്ലാൻഡിന്റെ പ്രവർത്തനം ശരിയായില്ലെങ്കിൽ. മെഡിക്കേഷനിലൂടെ അതും കറക്റ്റ് ആക്കാം. അടുത്ത പ്രധാനപ്പെട്ട കാര്യം ട്രീറ്റ്മെന്റ് ഇമോഷണൽ ഇഷ്യൂസ് ആണ്. നമ്മുടെ ഉറക്കം, എന്താ സംഭവിക്കുന്നത്? നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാതെ പോകുന്നു. ടു സോൾവ് ദ മൈനർ പ്രോബ്ലംസ് പോലും നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അതിനെക്കുറിച്ച് ആങ്ഷ്യസ് ആയിരിക്കും. എനിക്ക് ചെയ്യാൻ കഴിയുമോ? എൻ്റെ ഇപ്പോഴത്തെ ഈ കുഞ്ഞിന് വേണ്ടി എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമോ? സംശയമായി അവരുടെ. യു മൈ ഫീൽ ലെസ് അട്രാക്റ്റീവ്, സ്ട്രഗിൾ വിത്ത് യുവർ സെൻസ് ഓഫ് ഐഡന്റിറ്റി. നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഫീൽ ദാറ്റ് യു ഹാവ് ലോസ്റ്റ് കൺട്രോൾ ഓവർ യുവർ ലൈഫ്. ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുന്നതും ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷന്റെ ഫലമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുകയും മേൽപ്പറഞ്ഞ രീതിയിലുള്ള സൈക്കോതെറപ്പി പോലെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയും നമ്മൾ ചെയ്യുക. മെഡിക്കേഷനാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത്. വീട്ടുകാരുടെ പരിചരണം, സ്നേഹം, അത് വളരെ അത്യാവശ്യമാണ്. നമുക്കറിയാലോ, ഗർഭിണിയായ ഒരു പെൺകൊച്ചിനെ അവരുടെ അമ്മ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ എത്ര കാര്യമായിട്ടാണ് ശ്രദ്ധിക്കുന്നത്. ആ ശ്രദ്ധ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ധാരാളമായി എന്ന് പറയുകയാണ്. ആ ട്രീറ്റ്മെന്റിന്റെ സൈഡ് വശങ്ങൾ ഇത്രയൊക്കെയാണ്. ഇന്ന് ഈ രണ്ട് കാര്യങ്ങളും പ്രാക്ടിക്കലായിട്ട് നമ്മുടെ മുമ്പിൽ വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ക്ലാസ് ഇന്ന് എടുക്കാൻ സാബു സാറ് നിർദ്ദേശിക്കാനുള്ള കാരണം. ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അതിന്റെ ചില പ്രത്യേകതകൾ കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുന്നു. പറഞ്ഞോട്ടെ സാർ? പറയൂ സാർ, പറയൂ. പിന്നെ ഈ ഹോർമോൺ മനുഷ്യനടക്കമുള്ള സസ്തനികളിൽ പങ്കുവഹിക്കുകയും ചെയ്യുന്നു. ഈ ഹോർമോൺ ഈസ്ട്രജൻ, ഓസ്ട്രോജൻ, ഇതിനെ സ്ത്രീ ലൈംഗിക ഹോർമോൺ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പ്രൊക്ലാക്ഷൻ, പ്രൊജക്ട്രോൺ എന്നിവ പുരുഷ ഹോർമോണും. അപ്പോൾ ഇത് രണ്ടു പേരിലും സ്വല്പം മാറി മാറി കാണപ്പെടുന്നുണ്ട്. ഇതിൽ ഏതാണോ കൂടുതൽ കാണപ്പെടുന്നത് അവരുടെ വോയിസ് ബ്രേക്ക് ഡൗൺ സർ. പോയി. അത് ഞാനിവിടെ നിർത്താം സാർ. അപ്പൊ ഈ ഈസ്ട്രജന്റെ കാര്യം പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കാം. ഹലോ, സൗണ്ട് ഇല്ല. കേൾക്കാം സാർ, കുഴപ്പമില്ല, പറഞ്ഞോളൂ. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തോളൂ. ഇടയ്ക്കൊരു ബ്രേക്ക്. ഈസ്ട്രജന്റെ ധർമ്മം കേട്ടില്ലല്ലോ? ഒന്നുകൂടെ പറഞ്ഞു, പക്ഷെ ഇടയ്ക്കൊന്ന് ബ്രേക്ക്. അണ്ഡാശയത്തിലാണ് ഈസ്ട്രജൻ പ്രധാനമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. കൊഴുപ്പ് കോശങ്ങളും അഡ്രിനാൽ ഗ്രന്ഥിയും ഈസ്ട്രജൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പെൺ ശരീരത്തിൽ കാണപ്പെടുന്ന സ്ത്രൈണ ലക്ഷണങ്ങൾ
സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക് രൂപപ്പെടുത്തുന്നതാണ് ഇതിന്റെ ധർമ്മം. പിന്നെ ഈസ്ട്രജൻ ചെയ്യുന്ന ചില ജോലികൾ കൂടി, അതായത് സ്തന വളർച്ചയ്ക്കും മുലക്കണ്ണുകളുടെ ഉദ്ധാരണത്തിനും വളർച്ചയ്ക്കും ഇത് സഹായിക്കും. ആർത്തവം, അണ്ഡോൽപാദനം എന്നിവ ഉണ്ടാക്കുന്നു. സ്ത്രീ ശരീരത്തിൽ രോമ വളർച്ചയ്ക്കും കാരണമാകുന്നത്, കക്ഷത്തിലും ജനനേന്ദ്രിയത്തിലും കാരണമാകുന്നത് ഈസ്ട്രജന്റെ പ്രവർത്തനമാണ്. തുടകളിലെ പേശികളുടെ വളർച്ചയും ഇടുപ്പ് ഭാഗത്ത് വീതി കൂടുതൽ ഇത് ഭാവിയിൽ പ്രസവത്തിന് വഴി വയ്ക്കുകയും ചെയ്യുന്നു. ഈ വികാസം ആണുങ്ങളെക്കാൾ കനം കുറഞ്ഞ കൈകാലുകൾ, വൃത്താകൃതിയിലുള്ള മുഖലക്ഷണം, അരഭാഗം ഇടുങ്ങുന്നത്, കൂടുതൽ കൊഴുപ്പ് പൃഷ്ഠഭാഗങ്ങളിലും തുടകളിലും ഇടുപ്പിലും വിന്യസിക്കുന്നത്, ഒരു സ്ത്രീയുടെ രതിമൂർച്ച, ലൈംഗികത എന്നിവയിൽ പങ്കുവഹിക്കുന്നതും ഇതിൻ്റെ ചുമതലകളാണ്. ഇതിനോട് ചേർന്ന് ആ ഈസ്ട്രജൻ എന്ന ഹോർമോണിനെ കുറിച്ചുള്ള വിവരം കൂടിയാണ് ഞാനിപ്പോൾ തന്നത്. പൊതുവായ അറിവിന് വേണ്ടി മാത്രം ഞാൻ എൻ്റെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. താങ്ക് യു സാർ. തീർച്ചയായിട്ടും ഇന്നത്തെ ദിനപത്രത്തിൽ കണ്ട ഒരു റൈറ്റപ്പ് തന്നെയാണ് സാർ. അത് കൃത്യമായിട്ട് പറഞ്ഞു. ജനിച്ച് 2 ആഴ്ച വളർച്ചയുള്ള ഒരു കുഞ്ഞിനെ അമ്മ അറിയാതെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചു. കുട്ടിയുടെ ശക്തമായ കരച്ചിൽ അറിഞ്ഞുകൊണ്ട് ഗ്രാൻഡ് മദർ വന്ന് ആ കുഞ്ഞിനെ രക്ഷിക്കുന്നതായിട്ട്. അപ്പോൾ അതിനകത്ത് എടുത്തെഴുതിയിരിക്കുന്നത് അതൊരു രോഗമല്ല, ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തെ കൃത്യമായിട്ട് തിരിച്ചറിയുക. ഒരുപക്ഷെ ഇവിടെ ആദ്യം പരാമർശിച്ചതുപോലെ പണ്ടുണ്ടായ ഒരു കാലഘട്ടത്തിലല്ല ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ഈ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോകുന്നത്. ഒറ്റപ്പെട്ട സാഹചര്യം, എപ്പോഴും ഇതിനെക്കുറിച്ചുള്ള ടെൻഷൻ, ഉത്കണ്ഠകളും അല്ലെങ്കിൽ ഡിപ്രസീവായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. ഈ കുഞ്ഞിനെ എങ്ങനെയാകാം, നമ്മുടെ ശരീരത്തിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുമോ എന്ന് പോലും ചിന്തിക്കുന്ന ഒരു വലിയ കാലഘട്ടത്തിലാണ് ഇന്ന്. കുട്ടികൾ വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ തലമുറയുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ തലമുറയാണ് ഏറ്റവും വലിയ പ്രകൃതിയുടെ നിയമം എന്നുള്ള നിയമം പോലും തെറ്റിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണങ്ങൾ അവരവർക്ക് വ്യക്തിപരമായിട്ട് എടുക്കാം, എങ്കിൽ പോലും അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൺസീവ് ചെയ്ത സമയത്ത് ഇങ്ങനെ ഉണ്ടാകാവുന്ന മാനസിക വ്യതിയാനങ്ങൾ ഉണ്ടാകും. ഇവിടെ സാർ വളരെ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞു. പ്രധാനമായിട്ട് 5 തരത്തിലുള്ളതാണെന്ന് ജനറലൈസ് ചെയ്ത് പറയാം. ഒന്ന് ബേബി ബ്ലൂസ് എന്ന് പറയുന്ന 2-3 ദിവസത്തേക്ക് കുഞ്ഞിൻ്റെ ജനനശേഷം ഉണ്ടാകുന്ന 2-3 ദിവസത്തിനുള്ളിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ. അതുപോലെ അതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാർ കൂടുതൽ ഡിസ്കസ് ചെയ്ത് പോസ്റ്റ് പാർട്ടം ഡിപ്രഷനെ കുറിച്ചാണ്. PPD എന്ന് പറയുന്നത് ഇത് വളരെ ഭയാനകമാണ്. കൃത്യമായ ശ്രദ്ധ കൊടുക്കുന്നില്ല എങ്കിൽ അതിന് അതിൻ്റെതായ ലക്ഷണങ്ങളും കോട്ടങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ വരുന്നത് പോസ്റ്റ് പാർട്ടം ആങ്സൈറ്റിയാണ്. ഡിപ്രഷൻ്റെ പാർട്ടാണെങ്കിൽ അടുത്ത ആങ്സൈറ്റി. ഇനി എന്ത് സംഭവിക്കും, ഇനി മുന്നോട്ട് എന്തായിരിക്കും, ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് കുഞ്ഞിനെ കുറിച്ചുള്ള ചിന്തകൾ, കുഞ്ഞിനെ വളർത്താൻ സാധിക്കുമോ, ഇങ്ങനെയുള്ള സ്ഥിരം ചിന്തകളുടെ ഒരു നമുക്കൊരു ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ തന്നെ മുന്നോട്ടുള്ള ചിന്തകളാണ്. പിന്നെ വരുന്നത് പോസ്റ്റ് പാർട്ടം OCD എന്ന് പറയുന്ന തലത്തിലാണ്. നമുക്കറിയാം OCD എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള റിച്വൽസ്, ആചാരങ്ങൾ ആവർത്തിച്ചുണ്ടാകുന്ന സ്ഥലങ്ങൾ. പിന്നെ അതിൻ്റെ ഒരു അനദർ ഭാഗം കൂടിയുണ്ട്, ഇറ്റ്സ് കോൾഡ് പോസ്റ്റ് പാർട്ടം സൈക്കോസിസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഹാലൂസിനേഷൻ്റെ തലങ്ങളൊക്കെ സാർ വളരെ കൃത്യമായിട്ട്, ഡെലൂഷനും ഹാലൂസിനേഷനെ കുറിച്ചൊക്കെ സാർ പറഞ്ഞു. അപ്പോൾ ഈ തലങ്ങളിലൂടെ പോകുന്ന ഒരു സാഹചര്യം, ഈ സാഹചര്യത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഇപ്പം അമർജ്യോതി മാം പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒത്തിരി ഉണ്ട്. പക്ഷേ ഈ സാഹചര്യങ്ങൾ ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ കൗൺസിലറുടെ അടുത്ത് കൃത്യമായി പറഞ്ഞ് അത് പ്രസൻറ്റ് ചെയ്യുന്നതിന് പകരം പലപ്പോഴും ആരും തന്നെ, പ്രത്യേകിച്ച് പുരുഷന്മാർ ഒട്ടും തന്നെ ഇത് അറിയുന്നില്ല. ഇതെല്ലാം അതിൻ്റെ ഒരു ഭാഗമാണെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോഴും നമ്മൾ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്ട്രെസ്സ് റിലീവ് ചെയ്ത് പോകാനുള്ള സാധ്യതയില്ല. അത് പിൽക്കാലത്തേക്ക് അല്ലെങ്കിൽ വളരെ വ്യാപകമായിട്ട് അതിനൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ഒരു വിഷയം നമുക്ക് ലേർനൻ സാറിലൂടെ ലഭിച്ചത്. തീർച്ചയായിട്ടും ഇവിടെ കൗൺസിലിംഗ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്, കൃത്യമായിട്ട് അതിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും പൊതുസമൂഹത്തിന് പ്രയോജനകരമായ ഒരു അനുഭവമാണ്. ഒറ്റപ്പെട്ട ഒരവസ്ഥ, അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും മാത്രം കുഞ്ഞുങ്ങളുണ്ടാകുന്ന സമയത്ത് സഹായിക്കാൻ ആരുമില്ലാത്ത സാഹചര്യങ്ങളൊക്കെ ഇന്നത്തെ എന്താ പറയുക സ്പീഡുള്ള കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്.
ആർക്കും ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരുന്ന സാഹചര്യത്തിൽ ഇതൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ലാനൻ സാറിന് ഒരു വലിയ നന്ദി അറിയിക്കുകയാണ്, വളരെ പ്രാധാന്യമുള്ളൊരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചതിന്. ഇനി നമുക്ക് 1-2 വിഷയങ്ങളും കൂടെ അമർജ്യോതി മാമിൽ നിന്ന് കേൾക്കാം. അമർജ്യോതി മാം ഒന്ന്. സാറേ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിന് ഞാൻ ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് പറഞ്ഞ മാതിരി മെഡിറ്റേഷൻ നല്ലതാണ്. അതായത് മനസ്സിനെ ശാന്തമാക്കുക. പിന്നെ ഫാമിലി മെമ്പേഴ്സിന്റെ, അതായത് പ്രത്യേകിച്ചും ഭർത്താവിന്റെ ഒക്കെ സാമീപ്യമൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരെ വേഗം തന്നെ നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും. പിന്നെ വീട്ടുകാരുടെ നല്ല ശ്രദ്ധയും സ്നേഹവും ഈ കരുതല്, അതൊക്കെയാണ് പറയാനുള്ളത്. ഈ പറഞ്ഞ പോലെ പണ്ടൊക്കെ അതിനായിട്ട് തയ്യാറെടുക്കുകയായിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ. ഇപ്പൊ എല്ലാ വീട്ടിലും ന്യൂക്ലിയർ ഫാമിലിയാണല്ലോ. അപ്പൊ അതാണ് ഇപ്പൊ ഏകദേശം പ്രശ്നങ്ങളുടെ അതിന്റെ സോഴ്സ് അതാണ്. ഇപ്പൊ പലപ്പോഴും അറിയാതെയാണ് സംഭവിക്കുന്നത്, അതാണ്, അറിഞ്ഞല്ല. പിന്നെ സാറ് പറഞ്ഞ ഒരു കാര്യമാണ്, അത് ഗർഭത്തില് പണ്ടൊക്കെ അമ്മയാവാന്ന് പറഞ്ഞാല് ഒരു വലിയൊരു എന്താ പറയണ്ട, ഒരു ജന്മസാഫല്യായിട്ട് കണ്ടിരുന്ന കാലാണ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ കുറവ്, ഇങ്ങനത്തെ പോസ്റ്റ്പാർട്ടം സിൻഡ്രോം ഒക്കെ കുറച്ചുകൂടി കുറവായിരിക്കും. കാരണം നമ്മൾ അമ്മയാവേണ്ട ഇതിലാണ്. ഇപ്പൊ അതല്ല, ഇപ്പൊ ഒരു ശല്യം വരും. അമ്മയായാൽ എന്തൊക്കെയാണ് പറഞ്ഞാല് സൗന്ദര്യം നഷ്ടപ്പെടും, സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. ഇതൊക്കെയാണ് ഈ പുതിയ അമ്മമാരുടെ ചിന്തകൾ. അങ്ങനെയുള്ള ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള അമ്മമാരെ കുട്ടികളും ഇറിറ്റേറ്റഡ് ആയിരിക്കും. പ്രസവിച്ചാൽ അമ്മമാരെ ഇറിറ്റേഷൻ കൂടും. അപ്പൊ നമുക്ക് ശരിക്ക് ഇപ്പൊ ഉള്ള ആൾക്കാരുടെ സ്വഭാവത്തില് ശരിക്കും പണ്ടൊക്കെ മാറ്റങ്ങൾ വേഗം മനസ്സിലാക്കാം. ഇപ്പൊ എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പോഴത്തെ കുട്ടികളെ പെരുമാറ്റം. അപ്പൊ ഇത് പോസ്റ്റ്പാർട്ടം സിൻഡ്രോം ആണോ അല്ല ഇവരെ ശരിയായ സ്വഭാവം എന്താണെന്ന് നമ്മൾ വീട്ടുകാർ ശരിക്കും കൺഫ്യൂസ്ഡ് ആവും. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പൊ കടന്നു പോകുന്നത്. എന്തായാലും ശരിയാവുന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് കീൻ ഒബ്സർവേഷൻ വേണം നമ്മളെ വീട്ടിലെ കുട്ടികളെ ഇങ്ങനെയുള്ള അവസരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ. ശ്രദ്ധ വളരെ അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ കൈവിട്ടു. പറഞ്ഞ മാതിരി ആ ഫ്രിഡ്ജിൽ വെച്ച കുട്ടി അതിനെന്തോ ആയുസിന്റെ ദൈർഘ്യം കൊണ്ടായിരിക്കണം അത് രക്ഷപ്പെട്ടത്. ഇതുപോലെ ശരിക്ക് സംഭവിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മളെ മെമ്പേഴ്സ് എങ്കിലും നമ്മളെ കുടുംബക്കാരെ കുട്ടികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ സർ, താങ്ക് യു. താങ്ക് യു മാം. ജസിന, എന്തെങ്കിലും? ഷേർലി മാം, പ്രീത, എന്തെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യൂ. സാറേ, യെസ്, പറയൂ. അതില് പിന്നെ ചില കേസിൽ ഇപ്പൊ അമർജ്യോതി മാം പറഞ്ഞ പോലെ തീർത്തും ശരിയാവുന്നതാണ്, യാതൊരു സംശയമില്ല. ഇത് വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാല് ഇങ്ങനെയുള്ള എന്തായാലും ഒന്നും പ്രശ്നമില്ലാത്ത ഒരു കുട്ടിക്ക് ഇങ്ങനെ എന്തെങ്കിലും മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാല് അവളെ വേഗം മുദ്ര കുത്തും. പിന്നെ അവള് പ്രസവിച്ചിട്ടാവും ഭ്രാന്തായില്ലെന്ന്. അങ്ങനെയാണ് ചില വീടുകളിലെ മുദ്ര കുത്തുന്നത്. അല്ലാതെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകാൻ മടി, ഭർത്താവിന്റെ വീണ്ടും അവക്കെന്തോ മാനസിക പ്രശ്നം ഉണ്ടായിന്നറിയാം, അതെല്ലാം നോക്കാതെ കണ്ട് കൊണ്ടുപോയിട്ട് കുറച്ച് ദിവസത്തെ പ്രശ്നത്തിൽ തന്നെ ഈ മെഡിറ്റേഷൻ നല്ലൊരു മരുന്നാണ്. കാരണം ഇപ്പൊ സാബു സാറിന്റെ ക്ലാസ് തന്നെ പറയുന്നില്ലേ, ഈ ക്ലാസ്സിൽ 1.5 മണിക്കൂറല്ല എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു മെഡിറ്റേഷൻ ആണ് സാറേ. ഈ ക്ലാസ് ശ്രദ്ധിച്ചിട്ട് 1.5 മണിക്കൂർ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു മെഡിറ്റേഷൻ ആണ്. അതുപോലെ തന്നെ പാല് കൊടുക്കുന്ന കാര്യം പറഞ്ഞു. പണ്ട് പിന്നെ വേറെ സിർലാക്ക് ഇതൊന്നും കൊടുക്കൂല. മുത്താറി ഒരു 6 മാസം കഴിഞ്ഞാൽ മുത്താറി ഇങ്ങനെയുള്ളതൊക്കെ കൊടുക്കാം, മുത്താറിപ്പാല്. അല്ലാതെ എൻ്റെ അമ്മയെല്ലാം 2 വയസ്സ് വരെ കുട്ടികൾക്ക് മുല കൊടുക്കണം എന്നുള്ള നിർബന്ധമായിരുന്നു, പാല് കൊടുക്കണം എന്നല്ല. അതുകൊണ്ട് 2 കുട്ടികൾക്ക് 2 വയസ്സ് വരെ കൃത്യമായിട്ട് കൊടുത്ത ആളാണ് ഞാൻ. അപ്പൊ അതിൽ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നത്, നമ്മളിപ്പോ ഒരു പാല് കൊടുക്കുമ്പോൾ കൈ എങ്ങനെ പിടിക്കേണ്ടത്, കുട്ടീന്റെ തലയിൽ ഇങ്ങനെ കൈ പിടിക്കുക, ഒരു മടിയിൽ കിടത്തിയിട്ട് ഇങ്ങനെയെല്ലാം ഉള്ള ശ്രദ്ധ അമ്മ ശ്രദ്ധിക്കും അന്നേരം. അതിൽ തന്നെ കുറെ കാര്യങ്ങളുണ്ടായില്ലേ. അതിലിപ്പം കുട്ടീന്റെ മുഖത്ത് നോക്കുമ്പോൾ അന്നേരം നമ്മൾ മനസ്സിലാക്കുക, അയ്യോ 2-3 സ്ഥലത്ത് മുഖത്ത് കൊതുക് അടിച്ചിട്ടുണ്ടല്ലോ, കൊതുകിനെ ശ്രദ്ധിക്കണേന്. അപ്പം പിന്നെ അതുപോലെ മുടിയെല്ലാം ഒന്നിങ്ങനെ ഇതായിട്ട് മുടിയിൽ ചിലപ്പോൾ ആ സമയത്താണ് മുടിയിൽ ഇങ്ങനെ കെട്ടി ചെറിയ ഇതുപോലത്തെ ഇതെല്ലാം ഉണ്ടാവും ആ സമയത്ത്. അതുപോലെ കാലും കൈയും എല്ലാം ശ്രദ്ധിക്കാന്നുള്ളത്. എനിക്കൊരു അനുഭവം ഉള്ളത്, കുഞ്ഞിക്ക് മോനിങ്ങനെ പാല് കൊടുക്കുമ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ മൂക്കിന്റെ ഉള്ളില് ഒരു പൊട്ട്. അപ്പൊ എൻ്റെ ഈ പൊട്ട് മോനെടുത്തിട്ട് ഇങ്ങനെയെല്ലാം വാവ വെക്കും.
അപ്പൊ ഈ പൊട്ടെടുത്തിട്ട് മൂക്കിന്റെ ഉള്ളിൽ പോയിരിക്കുകയാണ്. അപ്പൊ ഞാനത് അമ്മയോട് പറഞ്ഞു, അയ്യോ മൂക്കിന്റെ ഉള്ളിൽ പൊട്ട്. എങ്ങനെയോ ഭാഗ്യത്തിന് ആ പൊട്ടെടുക്കാൻ പറ്റി. അപ്പൊ ആ പാല് കൊടുക്കുമ്പോ പോലും അമ്മയുടെ ശ്രദ്ധ അത്ര ഇതിൽ പതിയണമെന്നാണ്. കാരണം പ്രസവിച്ചിട്ട് നമുക്ക് ക്ഷീണം ഉണ്ടാവും, ഈ പറഞ്ഞ പോലെ. ആ ക്ഷീണത്തിനിടയിലും നമ്മൾ അറിയാതെ ചെരിഞ്ഞു കിടന്നിട്ട് പാല് കൊടുക്കാൻ എൻ്റെ അമ്മ വിടൂല. അപ്പൊ പറയും, എനിക്കതിന് എത്ര ഉറങ്ങണമെങ്കിലും പ്രശ്നമില്ല, കുട്ടിക്ക് നേരെ എഴുന്നേറ്റിരുന്നിട്ട് മാത്രമേ പാല് കൊടുക്കാവൂന്ന്. അനുസരിക്കുന്ന മക്കൾ കാണാൻ നേരം. ഇല്ലെങ്കിൽ മൂക്കിൽ കയറിയാലും നമ്മൾ അറിയില്ല, കുട്ടി മരിച്ചു പോയാൽ തന്നെ നമ്മൾ അറിയാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള പക്ഷെ അമ്മയുടെ നല്ല സ്നേഹം എല്ലാ സമയത്തും എനിക്ക് കിട്ടിയിരുന്നു സാറേ. അപ്പൊ അങ്ങനെ ഇപ്പൊ ആ സ്നേഹം കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറ്റുന്നത്. കാരണം കുട്ടികൾക്ക് അതിന്റെ ഭാവിയിലുള്ള കുട്ടികൾക്ക് നമ്മളോടുള്ള ഇഷ്ടങ്ങൾ അത് മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെ കൊടുത്തിട്ട് സൗന്ദര്യം പോവുമല്ലോ, സൗന്ദര്യം വെക്കാന്നുള്ള പറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടെ ഇങ്ങനെ മണിയടിച്ചോണ്ടിരിക്കും. കാരണം പാല് കൊടുത്താൽ സൗന്ദര്യം ഉണ്ടാവും, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയും. കാരണം പാല് കുറച്ച് വയറ് ഇതായിട്ട്, അയ്യോ ആയില്ല കുറച്ചും കൂടി കൊടുക്കുക, വയറ് നിറഞ്ഞില്ല കുട്ടിക്ക് എന്ന് പറയാൻ അമ്മമ്മമാരുണ്ടായിരുന്നു അന്നേരം. സാറേ ലേൻ സാറേ നല്ല ക്ലാസ് സാറേ. കാരണം ഇങ്ങനെയുള്ള ക്ലാസ്സുകളാണ് വേണ്ടത്. എന്തായാലും നല്ലതായിരുന്നു സാബു സാർ ഇങ്ങനെ ഒരു ക്ലാസ് വെച്ചത്. താങ്ക് യു. ഓക്കെ, വേറെ ഇനി ആർക്കും ഷെയർ ചെയ്യാനുള്ള? ഉലയൻ സാർ പറയും. അൺമ്യൂട്ട് വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്തോളൂ. ഈ മുല കൊടുക്കുന്ന കാര്യത്തിൽ ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സത്യത്തില് ആത്മാർത്ഥമായാണ് ഒരു അമ്മ സ്വന്തം കുഞ്ഞിന് മുല കൊടുക്കുന്നതെങ്കിൽ ആ സ്ത്രീ അനുഭവിക്കുന്ന സന്തോഷം വളരെ ഉയർന്നതാണ്. അല്ല, കുട്ടിയോട് എൻ്റെ വാച്ച് നോക്കി പാല് കൊടുക്കുകയാണെങ്കിൽ ആ അമ്മയ്ക്ക് ആ സന്തോഷം കിട്ടില്ല. അതിൽ തിരിച്ചെന്ത് സംഭവിക്കും? ആ കുട്ടി അമ്മയെ വെറുക്കാനാണ് തുടങ്ങുക, അനുസരിക്കില്ല പിന്നീട് വലുതാകുന്നു. ഓക്കെ സർ, ഓക്കെ. സുധാകരൻ സാറേ പറയൂ. സർ, ഞാൻ എൻ്റെ ഒരു അനുഭവം ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. അതായത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറയൂ. കേൾക്കാം. അതായത് എൻ്റെ ഭാര്യ എൻ്റെ അമ്മ 8 പ്രസവിച്ചതാണ്. എൻ്റെ അമ്മായിയമ്മ 8 പ്രസവിച്ചതാണ്. അപ്പോൾ എൻ്റെ ഭാര്യ 2 പ്രസവിച്ചു. അപ്പോൾ അതിൽ ഈ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ എൻ്റെ ഭാര്യയുമായിട്ട് ഞാൻ ചെല്ലുമ്പോൾ ഗൈനക്കോളജിസ്റ്റ് എൻ്റെ ഭാര്യ ഗർഭിണിയെ ആദ്യമേ തന്നെ ഉള്ളിൽ കൊണ്ടുപോകുന്നു. അത് കഴിഞ്ഞൊരു 15-20 മിനിറ്റ് കഴിഞ്ഞ് പുറത്തേക്ക് അയക്കുന്നു. അത് കഴിഞ്ഞ് സുഖപ്രസവമായിരുന്നു 2. അങ്ങനെയായിരുന്നു പ്രസവം. പക്ഷെ അത്ഭുതകരമായ ഒരു ഈ ഗർഭകാലം കൈകാര്യം ചെയ്യുന്നത് ഞാൻ കണ്ടത് എൻ്റെ മകളുടെ കാര്യത്തിലാണ്. എൻ്റെ മോള് ബാംഗ്ലൂരിൽ സക്ര എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലാണ് അവൾ ഈ ആദ്യം ചെല്ലുന്നത്, ബലന്തൂരിലുള്ള സക്ര ഹോസ്പിറ്റൽ. അവിടെ ഞാൻ കണ്ട ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഗർഭിണിയെ നോക്കുമ്പോൾ പരിശോധിക്കുമ്പോഴൊക്കെ ഈ ഭാര്യയും ഭർത്താവിനെ അവർ ഒന്നിച്ചിരുത്തിയിട്ട് അവർ ഈ പരിശോധനകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ എല്ലാ വിസിറ്റിനും ഹസ്ബൻഡ് നിർബന്ധമായിട്ട് കൂടെ വേണം. അപ്പോൾ ഈ കൂടെ വേണമെന്ന് മാത്രമല്ല, ഈ ഹസ്ബൻഡിന് അവർ ഈ ഭാര്യയ്ക്ക് ആവശ്യമായിട്ടുള്ള, അതായത് വേദന കുറഞ്ഞ് പ്രസവിക്കാൻ വേണ്ടിയിട്ടുള്ള യോഗ, എക്സർസൈസ്, ഈ ഇടുപ്പിലെ വികാസം, അതേപോലെ അബ്ഡോമിനൽ മസിലുകൾ നമ്മുടെ ഈ പ്രസവ സമയത്ത് മുക്കടി എന്ന് നാടൻ ഭാഷയെ പറയുന്നതിന് ഒരു പണിയും ചെയ്യാതിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് മുക്കാനൊന്നും കിട്ടില്ല. അവർക്ക് മുക്കൽ എന്താന്ന് പോലും അറിയില്ല. അപ്പോൾ അത് ഈ ഗർഭത്തിന് ആദ്യം മുതൽ തന്നെ അവിടെ ഈ ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് ഈ ഭാര്യയും ഭർത്താവിനെയും. അപ്പോൾ അതിൽ ഇവർ കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ചോദിക്കും എന്തൊക്കെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ഭർത്താവിന് ഈ ഗർഭത്തിലുള്ള ഉത്തരവാദിത്തങ്ങളെ പറ്റി അവർ ഓർമ്മിപ്പിക്കുകയും ഈ കുഞ്ഞിനെ വഹിക്കുന്ന ഭാര്യയെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും ഭക്ഷണകാര്യങ്ങളും സ്നേഹവും അതേപോലെ അവരുടെ ഈ ഹോർമോണൽ ചേഞ്ചിലും പിന്നെ സൈക്കോളജിക്കലി അവർക്ക് കൊടുക്കേണ്ട സപ്പോർട്ടിനെയൊക്കെ പറ്റിയിട്ട് അവർ ഓരോ വിസിറ്റിനും, അത് സ്ഥിരമായ കാര്യങ്ങളല്ല, ഓരോ വിസിറ്റിനും അവർ പ്രത്യേകമായിട്ട് ഇന്നത് ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഈ മോർണിംഗ് സിക്നസ് എന്ന് പറഞ്ഞ ആ ഭയങ്കര ഛർദി വരുന്ന സമയത്ത് ഭർത്താവ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഈ പ്രസവ റൂമിൽ അവർ ഭർത്താവിനെ കൂടെ അതിൽ പ്രവേശിപ്പിക്കുകയും അതിനുശേഷം ഈ കുഞ്ഞിനെ കൈകാര്യം ചെയ്യേണ്ട വിധങ്ങളെ പറ്റി രണ്ടുപേരെയും കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന എനിക്ക് വലിയ അത്ഭുതമായിട്ട് തോന്നി. ഈ എൻ്റെ മകൾക്ക് കിട്ടിയ ആ വലിയൊരു ഭാഗ്യം എൻ്റെ ഭാര്യയ്ക്ക് കിട്ടിയില്ല. കാരണം ഭർത്താവ് ഇതുണ്ടാക്കിയ വൃത്തികെട്ടവൻ പുറത്ത് നിന്നോട്ടെ എന്നും പറഞ്ഞിട്ട് ഈ ഗൈനക്കോളജിസ്റ്റ് ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഈ മകളോട് പറയുന്നതൊക്കെ ഇതൊരു ഭീകരമായ രോഗത്തിന്റെ കുറച്ച് ടോണിക് എഴുതി കൊടുക്കും, ഈ പറഞ്ഞ പോലെ TT എടുക്കണം മറ്റേ എടുക്കണം എന്നൊക്കെ പറയും. അവിടെ ഹോർമോൺ അസേ അവർ നടത്തുന്നുണ്ട്. ഹോർമോൺ ലെവൽ ഈസ്ട്രജൻ ആവശ്യത്തിനുണ്ടോ, അത് കുറഞ്ഞിട്ട് പ്രൊജസ്ട്രോൺ വരുന്നുണ്ടോ. പ്രൊജസ്ട്രോൺ ആണ് ഈ ഗർഭത്തിനെ അവിടെ നിലനിർത്തുന്നത്.
ആ ഹോർമോൺ ലെവൽ അവർ അസസ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് ഭർത്താവിനെ ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദി ഭർത്താവാണെന്ന് അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തുകയും അദ്ദേഹം കൊടുക്കേണ്ട സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം പറയുകയും, മോളോട് പ്രസവ സമയത്ത് മുക്കാൻ പറയുമ്പോൾ സ്ട്രെയിൻ പറയുമ്പോഴും പുഷ് എന്ന് പറയുമ്പോഴും ഒക്കെ ഈ അവളുടെ കൈ പിടിച്ചുകൊണ്ട് കൂട്ടുകാരനായിട്ട് ഭർത്താവിനെ കൂടെ നിർത്തുകയും ഒക്കെ ചെയ്യുന്ന ഒന്നുണ്ട്. അത് കഴിഞ്ഞ് കുഞ്ഞിനെ കിട്ടി കഴിഞ്ഞിട്ട് എടുത്തിട്ട് നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് ഭർത്താവ് അസ്വസ്ഥനായിട്ട് പുറത്ത് ഓടി നടക്കണം. അത് കഴിഞ്ഞതിന് ശേഷം കാരണം അങ്ങനെയാണ് നമ്മുടെ കൺസെപ്റ്റ്. ഭാര്യ ഉള്ളിൽ അമ്മയെ അച്ഛാ ഗുരുവായൂരപ്പ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് പ്രസവത്തിന് വേണ്ടി കരഞ്ഞു പിഴിഞ്ഞ് തയ്യാറാകുന്നു. ഭർത്താവ് അസ്വസ്ഥനായിട്ട് വെടികൊണ്ട പന്നി വായുന്നത് പോലെ പുറത്തിങ്ങനെ നടക്കണം എന്നൊക്കെയാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്. അത് ഈ സിനിമയിൽ നിന്നൊക്കെ നമ്മൾ കണ്ടുപഠിച്ചതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു കേട്ടോ. ഭാര്യ ഈ ലേബർ റൂമിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് സുനന്ദ ഡോക്ടർ ഈ കുട്ടിയെ കൊണ്ടുവരുന്നവരെ, കാരണം സിനിമയിലൊക്കെ നമ്മൾ കണ്ടുപഠിച്ചത് നമ്മൾ പ്രയോഗിച്ചില്ലേ, ബന്ധുക്കളൊക്കെ കൂടി നിൽക്കുകയല്ലേ. പക്ഷെ അങ്ങനെയല്ല. ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞത് പ്രസവത്തിന് ശേഷമല്ല ഈ ഗർഭിണിയെ നമ്മൾ തയ്യാറാക്കേണ്ടത്. ഈ ഗർഭം ധരിക്കുന്ന ദിവസം മുതൽ തന്നെ ഈ പ്രസവ ശേഷമുള്ള അവളുടെ ഈ ഒക്കെ ഭയങ്കര സങ്കടമാണ് ഈ ഗർഭകാലം. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരുപാട് പെൺപിള്ളേർ മക്കൾ വേണ്ട, ഗർഭം വേണ്ട, കോ ലിവിങ് മതി എന്നൊക്കെ പറയുന്നതിന്റെ കാരണം ഈ ഗർഭിണികൾ അനുഭവിക്കുകയും പ്രസവശേഷം ഒരു 5 കൊല്ലം അവർ അനുഭവിക്കുന്ന മഹാ കഷ്ടപ്പാടും ഒക്കെ കണ്ടിട്ടാണ്. പക്ഷെ അതിൽ ഈ ഭർത്താവിനെയാണ് ശരിക്കും പോസ്റ്റ്മോർട്ടം ഡിപ്രഷന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടത്. അതിനനുയോജ്യമായ രീതിയിൽ നമ്മുടെ ഈ ഗൈനക്കോളജിസ്റ്റുകളെ ട്രെയിൻ ചെയ്ത് എടുക്കുകയും ഒക്കെ ചെയ്യേണ്ടത് ഇത് വളരെ പ്രധാനമാണ്. കാരണം ഭയങ്കര ഒരു പീഡനത്തിലൂടെയാണ് ഇവർ കടന്നു പോകുന്നതൊക്കെ. ലോകത്തിൽ ഏറ്റവും വേദനയുള്ള കാര്യം പ്രസവ വേദന തന്നെയാണല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ ഭർത്താവിനെയും ഭാര്യയും കൂടെ ഒന്നിച്ച് തയ്യാറാക്കുകയും, പിന്നെ അതേപോലെ ഈ യോഗയും ഈ പ്രാണായാമം നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഉള്ള ഈ മുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഇവർക്ക് പ്രധാനമായിട്ട് കൊടുക്കേണ്ടത്. നോർമൽ പാർച്ചുറീഷൻ, ഈ പോസ്റ്റ് പാർട്ടം എന്ന് പറയുന്നത് സാർ ഈ പാർച്ചുറീഷൻ എന്ന് പറഞ്ഞ പ്രസവമാണ്. പാർച്ചുറീഷൻ എന്നുള്ള വാക്ക് എന്നാണ് ഈ പോസ്റ്റ് പാർട്ടം, ആഫ്റ്റർ പ്രസവം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ഇത് സക്ര ഹോസ്പിറ്റൽ ബാംഗ്ലൂരിലെ അവരുടെ ഒരു തയ്യാറാക്കല്, എന്നിട്ട് കുടുംബത്തിനെ മുഴുവൻ അവർ ഒരുക്കിയെടുക്കുന്നുണ്ട് ഇതിനു വേണ്ടിയിട്ട്. അവരുടെ ഫോട്ടോഷൂട്ട് ഉണ്ട്. ഗർഭിണിയെ പ്രസവിക്കുന്നതിന് മുന്നേ ഈ ഭർത്താവും ഭാര്യയും കൊണ്ടുള്ള പ്രണയ നിമിഷങ്ങളെല്ലാം കൂടെ ചേർത്ത് അവർ ഫോട്ടോ ഒക്കെ എടുത്ത് ആൽബം ഒക്കെ ആക്കി പ്രസവിച്ചതിന് ശേഷം കുഞ്ഞിനെ ഹാൻഡ് ഓവർ ചെയ്യുന്നതൊക്കെ വലിയ സെലിബ്രേഷൻ ആയിട്ടാണ് ഹോസ്പിറ്റലിൽ നടത്തുന്നത്. കാശ് പിടുങ്ങുന്നുണ്ട്, അത് വേറെ കാര്യം. അത് ഈ കമ്പനി പേ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പെട്ടില്ലെങ്കിൽ പോലും, അതായത് ആ ഭാര്യയ്ക്ക് വലിയൊരു അംഗീകാരം പോലെ ഉത്സവം പോലെ ആക്കിയിട്ട് കൊടുക്കുകയും, പിന്നെ ഈ കുഞ്ഞിന്റെ കാര്യങ്ങൾ ഒക്കെ കൃത്യമായിട്ട് ഭർത്താവിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഭർത്താവ് ഭീകരൻ അവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്നാൽ നമ്മുടെ ഗൈനക്കോളജിസ്റ്റുകളെല്ലാം ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ഇത് ഉൽപ്പാദിപ്പിച്ച ഭർത്താവും ഇതിൽ പങ്കാളിയായ ഭാര്യയും തുല്യമായിട്ട് ഈ കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ നോക്കി വളർത്തുന്ന രീതിയിൽ വരുന്ന ഒരു പ്രസവത്തിൽ ആഫ്റ്റർ ഡെലിവറി അല്ലെ ആഫ്റ്റർ പോസ്റ്റ് പാർട്ടം എന്ന് പറയുന്ന പീരീഡിൽ ഭർത്താവ് കൂടെ ഉണ്ടെങ്കിൽ യാതൊരു പ്രയാസവും ഇല്ലാതെ ഏത് ഡിപ്രഷനെയും മാനസികമായിട്ടുള്ള സംഘർഷങ്ങളെയൊക്കെ ഒഴിവാക്കാൻ പറ്റും. വലിയ പ്രസവമാണ്, കഷ്ടപ്പാടാണ്. പണ്ടത്തെ പോലെ അമ്മായിയമ്മമാരെല്ലാം പോയിട്ട് അവിടെ ബാംഗ്ലൂരോ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോയി നിൽക്കാനൊന്നും അവർക്ക് കഴിയില്ല. ഒന്നാമത് ഇപ്പോഴത്തെ അമ്മായിയമ്മമാർക്കൊന്നും തന്നെ ആ മാതൃത്വത്തിന്റെ ഒരു അംശം ഇത്തിരി കുറവാണ് പണ്ടത്തെ ആളുകളെ പറ്റി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ. കാരണം അവനവന്റെ സുഖമൊക്കെ വിട്ടിട്ടേ ബാക്കി കാര്യങ്ങൾ നോക്കുകയുള്ളൂ. അപ്പൊ ഈ ഹസ്ബൻഡിന് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഒഴിവാക്കാൻ വേണ്ടി വലിയ ഒരു റോൾ പ്ലേ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് എന്തായാലും ഈ ടോപ്പിക് സെലക്ട് ചെയ്തത് സാബു സാർ, ഐ സല്യൂട്ട് യു. കാരണം ഇത് ഗംഭീരമായിട്ടൊരു, ഞാൻ ഇന്ന് ഭയങ്കര സങ്കടപ്പെട്ടു. ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ട് ആളുകളൊക്കെ ഒരുപാട് കഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ആ അമ്മയോട് യാതൊരു ദേഷ്യവും തോന്നേണ്ട കാര്യമില്ല. കാരണം ഒരുപാട് പേര് അവള് ഭയങ്കര രാക്ഷസി, അവള് കുഞ്ഞിനെ എടുത്ത്, നെവർ. അതേ അല്ല കാര്യം, അത് ആ സ്ത്രീയുടെ കുറ്റമേ അല്ല, അത് അങ്ങനെയാണ്. അപ്പൊ എന്തായാലും ഞാൻ ഇത്തിരി പുറത്ത് നടപ്പിന്റെ അവസാനമായിപ്പോയി സംസാരിച്ചു, അതുകൊണ്ട് ഇത്തിരി കഥച്ചു, സോറി. ഇത്രയേ ഉള്ളൂ പറയാൻ. സംസാരിച്ച് കഥച്ചു പോയത് പറയാം അല്ലേ? ഓക്കെ, ഇനി ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാനുണ്ടോ? ഇത് ഈ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അത് നമ്മൾ എങ്ങനെയാണിത് സമൂഹത്തിലേക്ക് പകർത്തുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടർ. വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ സമൂഹത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു തലമാണിത്. യെസ്, വേറെ ഇനി ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ലളിതൻ സാർ ഒന്ന് വൈൻഡപ്പ് ചെയ്യും, കംപ്ലീറ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യും. പുരുഷന്മാരാണ് സാറേ ഇതിനെപ്പറ്റി തീരെ അവെയർ അല്ലാത്ത ഇങ്ങനെയുള്ള സംഭവങ്ങളെ പറ്റിയിട്ട്. സാർ, എനിക്ക് ഓക്കെ, പറയാനുള്ള ലളിതൻ ഒറ്റ സാർ കാര്യം, പറഞ്ഞു. സാർ
ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, ഭാര്യ ഗർഭിണിയാകുമ്പോൾ തൊട്ട് ഈ ഭർത്താവിൻ്റെ സ്പർശനം എവിടെയൊക്കെ നൽകാനായിട്ട്, എപ്പോഴൊക്കെ നൽകാനായിട്ട് കഴിയുമോ ആ മുഖത്ത് പുഞ്ചിരിയോടുകൂടി ഒന്ന് കൊടുത്തു നോക്കൂ. ഒരു ഓപ്പറേഷനും ആവശ്യമില്ല, അവർ ഹാപ്പി ആയിരിക്കും. സ്ത്രീ തിരിച്ച് ഇങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ഇതൊക്കെ എൻ്റെ പാവുകാരാ, ഞാനാ ഇത് ചുമക്കേണ്ടത്, ബോധ മനസ്സ് അത് ഏറ്റുപാടുകയാണ്. നീ ചുമക്ക്, നീ ചുമക്ക്. ഈ ചുമക്കലാണ് ഈ മുക്കിയാലും തള്ളിയാലും ഒന്നും പോവാത്തത്. ശുദ്ധോധൻ സാറ് പറഞ്ഞില്ലേ ഇപ്പം ഈ മുക്കലിനെ കുറിച്ച് നമ്മുടെ മക്കൾക്ക് പരിചയമില്ലെന്ന്. കാരണം വാച്ച് നോക്കി നല്ല നാൾ നോക്കി ഗൈനക്കോളജിസ്റ്റിനോട് പറയാണ് എൻ്റെ കൊച്ചിനെ എനിക്ക് വേണം, കണ്ടിച്ചോ. ബാക്കി കാര്യം ഞാൻ ഏറ്റു, പക്ഷെ സമയം കൃത്യമായിരിക്കണം. ഈ ചിന്തയിലൂടെയാണ് ഇന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അവിടെ ഈ ഭാര്യ ഭർത്താവ് ബന്ധത്തിന് ആഴം കൂടുമ്പോൾ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ പോരും. ഞാൻ ഇവിടെ ഉണ്ട്, നിന്റെ ഒപ്പം ഉണ്ട് എന്ന്. പിന്നെ ബാംഗ്ലൂരുള്ള ആശുപത്രിയിൽ അതാണ് സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ്. ഞാനിവിടെ ഉണ്ട്, നിന്റെ ഒപ്പമുണ്ട്, നീ ഗർഭിണിയാവാൻ കാരണം ഞാനും കൂടെയാണ്. അപ്പോൾ അതിൻ്റെ പൂർണ്ണത എത്തിക്കാൻ എനിക്ക് ഉത്തരവാദിത്വം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയും അത്തരം പെരുമാറ്റങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പം ഒരു പ്രയാസവുമില്ല. കാര്യങ്ങൾ ഈശ്വരൻ നേരെ കൊണ്ടുപോകുന്നുള്ളൂ. അവരെ മറച്ചു വെച്ചുകൊണ്ട് ഡോക്ടർക്ക് കൊടുക്കാൻ പൈസയൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷേ എൻ്റെ കൊച്ചിൻ്റെ നേരം ഇതായിരിക്കണം. ആ നേരം യഥാർത്ഥത്തിൽ ആ നേഴ്സ് പറയുന്നതല്ലേ, അല്ലാതെ പ്രസവിക്കുന്ന സ്ത്രീക്ക് ആ നേരം നോക്കാൻ നേരമുള്ളൂ, സാധിക്കില്ല. നേഴ്സ് പറയുന്നതാണ്. നേഴ്സിനോട് ഡോക്ടർ പറയും ഇതാണ് കറക്റ്റ് ടൈം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഒന്ന് വെച്ച് നോക്കിക്കോളൂ, 10:11, കൃത്യം 10:11 അവർ ഓപ്പറേറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ആ മാനസികാവസ്ഥ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഈ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ആവശ്യകത ഉണ്ടെന്ന് തോന്നുന്നില്ല. റീസൺ പറഞ്ഞു ഈ സംഭവം താഴെ പോകുന്നതാണ്. അതിനാണ് മെഡിക്കൽ ചെക്കപ്പ് നടത്തുമ്പോൾ ഈസ്ട്രജൻ്റെ ലെവൽ അവർ ചെക്ക് ചെയ്യുന്നത്. ഈസ്ട്രജൻ്റെ ലെവൽ താഴെ പോകുന്നു, ഒരു ദിവസം കൊണ്ടല്ല പോകുന്നു, അത് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ആ പോക്ക് തടയാനുള്ള ഈസ്ട്രജൻ മെഡിസിൻ കൊടുക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഓക്കെയാണ്. രണ്ടാമത്തെ കാര്യം, എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു അസ്വസ്ഥതയുണ്ടെന്ന് നാട്ടുകാരറിഞ്ഞാൽ അതിന് തലയ്ക്ക് സുഖമില്ല എന്ന് പറയുമല്ലോ ഈശ്വര എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ പോലും കൊണ്ടുപോകില്ല. അത് എൻ്റെ അനുഭവം എന്ന് പറയുന്നത്, എൻ്റെ ക്ലിനിക്കിലേക്ക് ഞാൻ കുഞ്ഞു ബോർഡേ വെച്ചിട്ടുള്ളൂ. ഇപ്പോൾ പലരും പറയും സാറേ ആരെങ്കിലും കണ്ട, ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഇനി വേണം ഞാൻ ആ ബോർഡ് കൂടെ എടുത്തു കളഞ്ഞാൽ നിങ്ങൾ ഞാൻ പോന്നാൽ മതി. അപ്പം നമ്മുടെ സാമൂഹ്യ ബോധം ഉയരുന്നു എന്ന് പറഞ്ഞാൽ പോലും മറ്റുള്ളവൻ്റെ സങ്കടത്തിൽ ആഘോഷിക്കുന്ന സാമൂഹ്യ ബോധം ഇന്ന് നമുക്കുള്ളത് എന്ന ദുഃഖത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യാമെന്ന വാഗ്ദാനത്തിന് പകരം അല്ലെങ്കിലും നിനക്ക് അങ്ങനെയൊക്കെ പറ്റുകയുള്ളൂ, ഒരു കോമൺ ടോക്കാണത്. അതിൻ്റെ അനുഭവം വരുന്നത് അപ്പുറത്താണ്. തിരിച്ച് എനിക്കത് വരുമ്പോൾ ഞാനും അത് കേൾക്കേണ്ടി വരും. അതുകൊണ്ട് എൻ്റെ വാഗുകൊണ്ട് അത് പറയരുത് എന്ന് ചിന്തിക്കുക. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ മാൻ പറഞ്ഞ പോലെ പുറത്ത് ആരോട് പറയും? അത് പറഞ്ഞാൽ അപകടമാണ്. ഈ അപകടം പേടിച്ച് സ്വന്തം കുടുംബത്തിൽ അപകടം ഉണ്ടാക്കുന്ന ആളുകളാണ് ഉള്ളത്. ഓക്കെ സർ, എന്തായാലും ഈ പേപ്പർ ന്യൂസ് ഇന്നൊരു ക്ലാസ്സിന് വകയൊരുത്തി. സാറ് പെട്ടെന്ന് തന്നെ വിളിക്കുമ്പം എന്താ വിഷയം ഉടനെ ഇങ്ങോട്ട് പറഞ്ഞു, എനിക്ക് സ്ട്രൈക്കായി. ഞാൻ രാവിലെ ഇത് വായിച്ചിട്ടാണ് പോയത്. ഓക്കെ സാർ, എല്ലാവരോടും സന്തോഷം. താങ്ക് യു സർ. താങ്ക്സ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. സോ താങ്ക് യു വെരി മച്ച്. നാളെ നമുക്ക് തിരുക്കുറളിൻ്റെ അടുത്ത അധ്യായത്തിലേക്ക് പോകാം. സോ തുലാനൻ സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ആൻഡ് വൺസ് അഗെയിൻ എല്ലാവർക്കും ശുഭരാത്രി.